എബ്രായർ 13:20-21. നിത്യ നിയമത്തിന്റെ രക്തത്താൽ അതെ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങിയത് ഈ വാക്യത്തിലെ സ്തോത്രം പ്രവർത്തകൻ പിതാവായ ദൈവമാണ്. ദൈവം ഇവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അതിൻ്റെ വാക്കും സ്തോത്ര ഭാഗങ്ങളൊക്കെ എനിക്ക് കിട്ടിയ പ്രകാശനത്തിന് തക്കവണ്ണം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞ രാത്രി വരെയും നമുക്ക് വേണ്ടി ദൈവമായ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്ന സ്തോത്രം എഫേസ്യ ലേഖനത്തിലെ വാക്യമൊക്കെ എടുത്തിട്ട് സ്വർഗം നമ്മൾ ചെയ്തു പോരേണ്ടതിന് കരുതി വെച്ചിരിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് പ്ലേസ്മെൻ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന ദൈവത്തെയാണ് ഈ വാക്യത്തിനകത്ത് ആ ഒരു ആശംസയോടെയാണ് എബ്രായ ലേഖനം അവസാനിക്കുന്നത്. അപ്പം അങ്ങനെ ദൈവമായ കർത്താവ് മടക്കി വരുത്തുന്ന ദൈവമാണെന്നും മടക്കി വരുത്തുകയല്ല, മടക്കി വരുത്തിയവരെയെല്ലാം അവരവരായിരിക്കേണ്ട സ്ഥാനത്ത് അവരെ ഇരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്നും ഈ വാക്യം സമർത്ഥിക്കുന്നു. സ്തോത്രം. എവിടെയാണോ നമ്മുടെ ഉയർച്ച, എവിടെയാണോ നമ്മുടെ നന്മ, എവിടെയാണോ നമ്മുടെ ശുശ്രൂഷ, എവിടേക്കാണോ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്, അവിടെ നിന്ന് സാഹചര്യങ്ങൾ നമ്മളെ തട്ടി ഉരുട്ടിക്കളയാം. ചില വിഷയങ്ങൾ കുടുംബത്തിനകത്തോ പുറത്തൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ദൈവം നിർത്തിയ സ്ഥാനത്ത് നിന്ന് നമ്മളെ മാറ്റി നിർത്താം. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് തന്നെ മടങ്ങി വരാൻ പറ്റാത്ത വിഷയങ്ങളിൽ അകപ്പെട്ടാലും ഈ വാക്യം മടങ്ങി വരിക എന്നല്ല, ദൈവം മടക്കി വരുത്തുമെന്നാണ്. ഹല്ലേലൂയ. 3-4 തെളിവുകളിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരിക്കലും മടങ്ങി വരികയില്ലെന്ന് പിശാച് വിചാരിച്ച, ഒരിക്കലും മടങ്ങി വരാൻ കഴിയാതെ വണ്ണം പൂട്ടിക്കളഞ്ഞ സാത്താൻ്റെ പ്രവൃത്തികളെ ഭേദിച്ചുകൊണ്ട് ദൈവം മടക്കി വരുത്തിയ 2-3 പേരെ ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. അവരെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള വ്യക്തിപരമായ സ്തോത്രം പ്രവചന ദൂതുകൾ പോലത്തെ ആലോചനകൾ ദൈവം അതിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വേഗത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് 2 ശമൂവേൽ 19-24 വാക്യമാണ്. വാക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനത്തിൻ്റെ ദൈവം സമാധാനത്തോടെ മടക്കി വരുത്തി എവിടെയായിരുന്നോ അവിടേക്ക്, നിന്റെ പദവി ഏതാണോ അവിടേക്ക് എത്തിക്കുന്ന ദൈവമാണെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് തെളിവുകൾ തരികയാണ്. വായിക്കാം നമുക്ക് 2 രാജാക്കന്മാർ 2 ശമൂവേൽ 19-24 വാക്യം. എന്താ എഴുതിയിരിക്കുന്നത്? 2 ശമൂവേൽ 19-24. ശൗലിന്റെ മകനായ മെഫീബോശെത്തും അടുത്തത് രാജാവിനെ എതിരേൽപ്പാൻ വന്നു. അടുത്ത വാക്ക്. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ. അത്രയും മതി. നമുക്കൊരൊറ്റ വാക്ക് കിട്ടിയാൽ മതി. ആ വാക്യത്തിനകത്ത് അടിവരയിടുന്നവർ ആ ഒരു വാക്കിന്റെ അടിയിൽ മാത്രം, ആ 2-3 വാചകത്തിന്റെ അടിയിൽ മാത്രം വരയിടുക. സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം. ഹല്ലേലൂയ. ഈ വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്: രാജാവ് പോയിട്ട് സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ എന്ന് പറയുമ്പോൾ ഏത് രാജാവാണ്, എന്തായിരുന്നു സംഭവം എന്ന് ചിന്തിച്ചെങ്കിലേ നമ്മുടെ വിഷയത്തോടെ ബന്ധത്തിൽ ഈ കാര്യത്തിൻ്റെ പ്രാപ്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പറയുന്ന രാജാവ് ദാവീദാണ്. ദാവീദ് രാജാവ് ഇപ്പോൾ എവിടെ നിന്ന് മടങ്ങി വന്നെന്ന് പറയുന്നത്, ഒരിക്കലും മടങ്ങി വരികയില്ലെന്ന് വിചാരിച്ചൊരു വിഷയത്തിൽ നിന്ന് ദൈവം അവനെ മടക്കി വരുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മടങ്ങി വന്ന വിവരമാണ് ഈ അധ്യായത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. സംഭവം സ്തോത്രം നിങ്ങൾ വിചാരിക്കുന്നൊന്നുമല്ല. ഈ ഭാഗം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാവീദ് ഒരുപാട് വിഷയങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം ഏകദേശം 15-ാമത്തെ അധ്യായം മുതൽ വായിക്കുമ്പോൾ ദാവീദിൻ്റെ കുടുംബത്തിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുകയാണ്. കുടുംബത്തിനകത്ത് ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. ആഭ്യന്തര പ്രശ്നങ്ങൾ. കാരണം എന്താ? സ്തോത്രം. അബ്ശാലോം രാജകുമാരനെ ഭരണതലപ്പത്തിരിക്കുന്ന ചില ആളുകൾ കയ്യിലെടുത്തുകൊണ്ട് അബ്ശാലോമിനെ രാജാവായിരിക്കുന്ന അപ്പനായിരിക്കുന്ന ദാവീദിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. സ്തോത്രം. ദാവീദിൻ്റെ വീട്ടിൽ ദാവീദിന് 19 മക്കളാണ്. 8 ഭാര്യമാരിൽ 19 മക്കളാണ് ദാവീദിന്. 1 ദിനവൃത്താന്തം 3-ാമത്തെ അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് എല്ലാ പിള്ളേരുടെ പേരുണ്ട്, എല്ലാ ഭാര്യമാരുടെ പേരുണ്ട്. സ്തോത്രം. പിന്നീട് നോക്കിയാൽ മതി, ഇപ്പോൾ നോക്കണ്ട. സ്തോത്രം. അവിടെ എവിടെയെങ്കിലും കുറിച്ച് വെച്ചാൽ മതി. 19 മക്കളാണ്. ഈ 19 മക്കളും 3 ഗ്രൂപ്പാണ്. സ്തോത്രം. ഒരു വീട്ടിൽ തന്നെ 19 മക്കള്, 8 ഭാര്യമാര്, അവർ 3 പക്ഷമാണ്, 3 ഗ്രൂപ്പാണ്. സ്തോത്രം. അങ്ങനെ ഒരു വീട് നിങ്ങൾ ചിന്തിച്ചു നോക്കി. വലിയ പാടാണ് അങ്ങനെ ഒരു വീട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ. സ്തോത്രം. അപ്പോൾ അങ്ങനെ വിഷയമാണ്. വിഷയം മറ്റൊന്നുമല്ല,
ദാവീദ് കഴിഞ്ഞാൽ അടുത്ത രാജാവ് ആരായിരിക്കണമെന്നുള്ളതിന് പലരും അധികാരക്കൊതിയോടെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. അബ്ശാലോം രാജകുമാരനാണ്. അതിനകത്ത് ഇച്ചിരി കൂർമ്മബുദ്ധിയുള്ളവനും സുന്ദരനും അധികായത്വമുള്ളവൻ. അബ്ശാലോമിനോട് അഖീതോഫേൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു, നിന്റെ അപ്പൻ പ്രായമായി വരുന്നു. സ്തോത്രം. അദ്ദേഹം വിൽപ്പത്രമൊന്നും എഴുതി വെച്ചിട്ടില്ല. അടുത്ത രാജാവ് ആരായിരിക്കുമെന്ന് അറിയില്ല. ഇന്നാരൊക്കെ രാജാവാകാനുള്ള സ്തോത്രം തയ്യാറെടുപ്പുണ്ട്. അവർക്ക് പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ട്. നീ ഇങ്ങനെ ഇരുന്ന് നടക്കുകയില്ല. എങ്ങനെ പറഞ്ഞു അവനെ സ്തോത്രം പുറത്തേക്ക് ഇറക്കി. അങ്ങനെ തന്ത്രപരമായ നിലവാരത്തിൽ ഒരു വലിയ കൂട്ടത്തെ അബ്ശാലോം രാജ്യത്തിനകത്ത് വളച്ചു വെച്ചു. അതിനുശേഷം ദാവീദിനെ സ്തോത്രം നിഷ്കാസനം ചെയ്തുകൊണ്ട് മറ്റാർക്കെങ്കിലും അധികാരം കൈമാറുന്നതിനേക്കാൾ മുമ്പ്, മക്കളിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് കൈമാറുന്നതിനേക്കാൾ മുമ്പ് അബ്ശാലോം സ്തോത്രം ദാവീദിനെ, മധ്യപൂർവ്വ ദേശത്തൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട്, ഒരുപക്ഷെ ഇതുപോലത്തെ രാജ്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അധികാരത്തിന് വേണ്ടി അപ്പനെ കൊന്നുകളഞ്ഞ സ്തോത്രം അധികാരിയായിരുന്നവനെ കൊന്നുകളഞ്ഞ ചരിത്രങ്ങളുണ്ട്. സ്തോത്രം ബ്രെയിൻ ഡെത്താക്കി കളഞ്ഞ ചരിത്രങ്ങളുണ്ട്. ഇപ്പോഴും പരിശോധിച്ച് കാണാൻ കഴിയും. അതുപോലത്തെ അന്നത്തെ കാലത്ത് ദാവീദിനെ സ്തോത്രം ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങളിലേക്ക് അഖീതോഫേൽ അടക്കമുള്ള സമർത്ഥരായിരിക്കുന്ന രാജ്യത്തലവന്മാരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീക്കുകയാണ്. ദാവീദിന് ഇക്കാര്യം അറിവ് കിട്ടിയപ്പോൾ 15-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. 15-33 വരുമ്പോഴത്തേക്കും ദാവീദ് അത് കണ്ട് പേടിച്ച് 30-ാമത്തെ വാക്യം വായിക്കണ്ട, 15-30 നിങ്ങൾ നോക്കി വെച്ചാൽ മതി, കാണുന്നവർ മാത്രം. അവിടെ എഴുതിയിരിക്കുന്നു, ദാവീദ് തലമൂടിയും ചെരിപ്പെടാതെയും നടന്നും കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ രാത്രിക്ക് രാത്രി എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. വീട് വിട്ട് ഓടുകയാണ്. എങ്ങനെയൊക്കെ എഴുതിയത് ബൈബിളിനകത്ത്? തലമൂടി ചെരിപ്പെടാതെ എന്നൊക്കെ. അയാൾ ചെരിപ്പിട്ടാണോ ചെരിപ്പെടാതെയാണോ ഓട്ടോയ്ക്കാണോ കാറിനാണോ പോയെന്ന് എഴുതുന്ന കാര്യം തന്നെ ഇരിക്കുന്നു. പോയി എഴുതിയാൽ പോരെ. കൊച്ചു കാര്യത്തിന് പോലും ഗംഭീരമായ അർത്ഥമുള്ളൊരു പുസ്തകമാണ് ബൈബിൾ. സ്തോത്രം. ഹല്ലേലൂയ. ചെരിപ്പെടാതെ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ചെരിപ്പെടാൻ മറന്നുപോയി എന്ന് വിചാരിക്കരുത്. അന്നത്തെ കാലത്ത് ചെരിപ്പൊക്കെ അധികാരികൾക്ക് മാത്രമുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും ചെരിപ്പിടാനുള്ള അവകാശം പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വ ചരിത്രത്തിൽ പോലും 1 തലമുറയ്ക്കോ 2 തലമുറയ്ക്കോ മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ പോലും അതൊക്കെ സ്തോത്രം സംഭവ്യമായിരുന്നു. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരധികാരിക്ക് കൊടുക്കുന്നതാണ് ചെരുപ്പ്. സ്തോത്രം. ബൈബിൾ ചെരുപ്പിനെ ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. അതൊരു വിഷയമാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദാവീദ് ചെരുപ്പിടാതെ പോയി എന്ന് എഴുതിയിരിക്കുന്നത് കാരണം മനസ്സിനകത്ത് തീരുമാനിച്ചു, ഇനിയൊരു മടങ്ങി വരവ് ഉണ്ടാകില്ല, ഇനി അധികാരത്തിൽ തിരിച്ചു വരില്ല. പ്രായമായതുകൊണ്ടല്ല, മരണത്തോടടുത്തത് കൊണ്ടല്ല, ആയുസ് ബാക്കി കിടക്കുമ്പോൾ അവിടെ നിർത്താതെ തൻ്റെ കൊട്ടാരത്തിൽ താൻ സ്വപ്നം കണ്ട തൻ്റെ അരമനയ്ക്കകത്ത് താൻ പ്രാർത്ഥിച്ച് നേടിയതിനകത്ത് നിർത്താതിരിക്കത്തക്ക രീതിയിൽ അഭ്യന്തരമായിരിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ സ്വത്രയിൽ തലമൂടിക്കൊണ്ടുപോയി. കാരണം എന്താ? ആരും അറിയാതെ രാത്രിക്ക് രാത്രി തലമൂടിക്കൊണ്ട് താൻ നാടുവിടുകയാണ്. ചെരുപ്പിടാതെ നാടുവിടുകയാണ്. ആ രംഗം നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചു നോക്കണം. താഴേക്കുള്ള 14-15 അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചു നോക്കണം. ഏറ്റവും അടുത്ത ആളുകൾ മഹാപുരോഹിതന്മാരടക്കമുള്ള ചില ഇന്നർ വിങ് മാത്രമാണ് ദാവീദ് ഓടിപ്പോകുന്നത് തിരിച്ചറിയുന്നുള്ളൂ. ഞാൻ കരഞ്ഞു പോയൊരു രംഗം പറയാൻ ശ്രദ്ധിച്ചായിരിക്കുന്നതെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. ദാവീദ് കാട്ടിലേക്ക് സ്തോത്രം ഈ ഒലിവുമലയിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി ചെരുപ്പ് പോലും ഇടാതെ ഒരുങ്ങി തയ്യാറായി ഓടുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതനായിരിക്കുന്ന മനുഷ്യൻ സ്തോത്രം. ഹല്ലേലൂയ. സാദോക്ക് എന്നാണ് പേര്. സാദോക്ക് പുരോഹിതനായിരിക്കുന്നവൻ രാജാവിൻ്റെ അടുക്ക വന്നിട്ട് ചോദിക്കുന്നു, പെട്ടകവുമായിട്ട് വന്നിട്ട് ചോദിക്കുന്നു, യജമാനനെ പെട്ടകം ഞാൻ തന്നു വിടട്ടെ. നിങ്ങളൊന്ന് സ്തോത്രം വെറും വായനയിൽ ഇരിക്കാതെ ഭാഗം ഓർത്ത് നോക്കിയേ. ജീവനെ പേടിച്ച് ഓടിപ്പോകുന്ന മനുഷ്യന് പോകാൻ നേരത്ത് തണുപ്പുള്ള രാജ്യത്ത് ഒരു പുതപ്പ് കൊടുത്തു വിടുകയോ ഒരേല ചോറ് കൊടുത്തു വിടുകയോ ചെയ്യുവാണെങ്കിൽ യുക്തിയുണ്ട്. പക്ഷെ ജീവനെ പേടിച്ച് ഓടിപ്പോകുന്ന ഈ മനുഷ്യനോട് പുരോഹിതൻ ചോദിക്കുന്നു, പെട്ടവും കൂടി കൊണ്ടോക്കോ എന്ന് അയാൾ പറയുന്നതിൻ്റെ യുക്തി എന്താ? സ്തോത്രം. നിങ്ങൾക്കറിയാവുന്നവർക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നത്. കാരണം അറിയാം, പെട്ടകത്തോടുള്ള ദാവീദിൻ്റെ അഫിഷൻ, ബന്ധമെന്ന് പറയുന്നത് പുരോഹിതനറിയാം. പുരോഹിതൻ എന്ന് പറയുന്നത് സ്തോത്രം രാജാവിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഓരോ പ്രജകളുടെ ആത്മീക പൾസ് അറിയുന്ന ആളാണ് പുരോഹിതൻ. യഥാർത്ഥത്തിലെ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെ ആത്മീക നിലവാരം അറിയും. അപ്പൊ അന്നത്തെ പുരോഹിതനായ സാദോക്കിന് ദാവീദിന്റെ ആത്മീക പൾസ് അറിയാം. അയാൾക്ക് കൊട്ടാരം പോയ വേദന ഉണ്ടായിരിക്കില്ല, കിരീടം പോയ വേദന ഉണ്ടായിരിക്കില്ല, സിംഹാസനം പോയ വേദന ഉണ്ടായിരിക്കില്ല, മക്കൾ 2 പേര് പോയാലും സഹിച്ചു നിൽക്കും. പക്ഷേ അയാളുടെ പെട്ടകം എന്ന് പറയുന്നത് ജീവനാണ്.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയാം, ഒരാത്മീകന്റെ മനസ്സ് ഏതിനകത്താണ് ഉടക്കിയിരിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവർക്കറിയാം. നിനക്ക് ഏതിനോടാണ് അധികം ബന്ധം, എന്തിനോടാണ് നിനക്ക് അഫിഷൻ, നിനക്ക് പിരിയാൻ പറ്റാത്ത എന്തിനോടാണ്, നീ ഏറ്റവും പറ്റിച്ചേർന്നിരിക്കുന്ന എന്തിനോടാണ് എന്നത് ഇന്ന് രാത്രിയിലെ ഈ സന്ദേശത്തിന്റെ സമാപനത്തിൽ ഏറ്റവും പ്രസക്തമായ വിഷയമാണ്. കൊട്ടാരത്തോടാണോ, അമ്പലചുംബിയായ വീടിനോടാണോ, നിന്റെ കാറിനോടാണോ, നിന്റെ മൊബൈലിനോടാണോ, എന്തിനോടാണ് നിനക്ക് ഏറ്റവും വലിയ അടുപ്പ്? ഇവിടെ ഈ മനുഷ്യൻ പെട്ടകമായി വന്നത് ദാവീദിനെ പെട്ടകത്തിന്റെ മനുഷ്യനായിട്ടാണ് പുരോഹിതൻ കാണുന്നത്. പെട്ടകത്തോട് അത്ര ബന്ധമാണവൻ. പെട്ടകത്തിന് വേണ്ടി അത്ര വില കൊടുത്ത മനുഷ്യനാണവൻ. നമുക്കൊന്ന് വ്യാഖ്യാനിച്ച് പറയാം, പെട്ടകം ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അതിന് വില കൊടുക്കുന്ന എത്ര പേര് ഇന്ന് രാത്രിക്കാലം ഇവിടെയുണ്ട്? മറ്റെന്തിനേക്കാൾ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കാം. പക്ഷേ എൻ്റെ അകത്ത് ദാവീദ് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ദൈവമേ, നീ എന്നോട് മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിലിറങ്ങി പോകുന്നവനെ പോലെയാകും. നിങ്ങളുടെ വാക്ക് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൻ മിണ്ടാതിരുന്ന കാലം ദാവീദിനുണ്ട്, അമ്മ മിണ്ടാതിരുന്ന കാലം ദാവീദിനുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അയാൾ ഒരിക്കൽ പറഞ്ഞു, അപ്പനും അമ്മയും പോലും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. അപ്പൻ മിണ്ടാത്ത, അമ്മ മിണ്ടാത്ത, മീക്കളിനെ പോലത്തെ ഒരു ഭാര്യ മിണ്ടാതിരുന്ന കാലം കണ്ടേക്കാം. എന്നാൽ മക്കള് മിണ്ടാതിരുന്ന കാലം കണ്ടേക്കാം. എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, ഒരു ദിവസം ദൈവം മിണ്ടാതിരുന്നാൽ അയാൾ പറയുന്നു, ഞാൻ കുഴിയിലിറങ്ങി പോകുന്നവനെ പോലെ ആയിത്തീരുമെന്ന്. ഇന്ന് രാത്രി ദൈവ ശബ്ദം കേട്ടില്ലെങ്കിൽ, ദൈവം എന്നോട് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ചർച്ചിനകത്ത് പ്രാർത്ഥനയിലുണ്ട്? അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കൂടപ്പുറപ്പുകൾ മിണ്ടാതായേക്കാം, കൂട്ടുകാർ മിണ്ടാതായേക്കാം, ഒരു കാരണമില്ലാതെ ചിലർ അകന്നു പോയേക്കാം. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കരുത്. എന്നാൽ ദൈവം മിണ്ടാതിരുന്നാൽ എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരുടെ മുഖം ദൈവം ഒന്ന് കാണട്ടെ, അവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തട്ടെ. ദൈവം എന്നോട് മിണ്ടാതിരുന്നാൽ, ഹല്ലേലൂയ, കർത്താവിന്റെ ശബ്ദം കേൾക്കാതിരുന്നാൽ, ദൈവം മിണ്ടാതിരുന്നാൽ, സ്തോത്രം, അതൊരു വലിയ വീഴ്ചയാണെന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആരൊക്കെ മിണ്ടാതിരുന്നാലും അവർക്ക് വിഷയമില്ല. ദൈവം മിണ്ടാതിരിക്കരുത്. മറ്റൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നുണ്ട്, ദൈവമേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? സ്തോത്രം. സ്വന്തം കൂടപ്പുറപ്പുകൾ ദാവീദിനെ ഇട്ടിട്ട് ദൂരത്ത് നിന്ന ചരിത്രമുണ്ട്. സ്തോത്രം. ഏതെങ്കിലും സങ്കീർത്തനം എടുത്തുകൊണ്ട് ഞാൻ പ്രബോധിപ്പിച്ചായിരുന്നു, ആ തെളിവുകൾ കൊണ്ടുവരായിരുന്നു. പക്ഷേ സന്ദേശം എനിക്ക് അവസാനിപ്പിക്കേണ്ട രാത്രി ആയതുകൊണ്ട് അവിടെ കിടക്കുന്നില്ല. പലരും സ്നേഹിച്ചവര്, കരുതിയവര്, കൈത്താങ്ങൾ കൊടുത്തവര്, വളർത്തിക്കൊണ്ട് വന്നവര്, ഒത്തിരി സഹായിച്ചവര്, അവര് പലരും സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ ദൂരത്ത് നിന്നു. അതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. എന്നാൽ ഒരു ദിവസം ദൈവം ദൂരത്ത് നിന്നപ്പോൾ അയാളുടെ ഹൃദയം പൊടിയാൻ തുടങ്ങി. അയാൾ വിളിച്ചു ചോദിച്ചു, ദൈവമേ, എല്ലാരെ പോലെയാണോ നീയും സ്തോത്രം ദൂരത്ത് നിൽക്കുന്നത്? എന്താ രാത്രി ആ ഒരു അകൽച്ച ഒരു ഭാരമാണെന്ന് എത്ര ദൈവമക്കളുടെ അകത്തൊരു ഭാരമുണ്ട്. കർത്താവേ, എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിന്നാൽ, എൻ്റെ കർത്താവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാതിരുന്നാൽ, അങ്ങയുടെ സാന്നിധ്യം എന്നിൽ നിന്ന് അകന്നു പോയാൽ മറ്റെന്തും ഞാൻ സഹിക്കാം. എൻ്റെ കർത്താവെ, എന്തും ഞാൻ സഹിക്കാം. എനിക്ക് സഹിക്കാൻ വയ്യാത്തത് ഇന്ന് രാത്രിക്കാലം എന്തുണ്ട് നിങ്ങളെ തന്നെ ഒന്ന് വിവേചിച്ച് പറഞ്ഞേ. നമ്മൾ മടങ്ങി വരുന്ന രാത്രിയാണത്. ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരുന്ന രാത്രിയാണ്. ഇന്ന് രാത്രിയാണ്. ഇത് മൂന്നാമത്തെ രാത്രിയാണ്. സ്വർഗം നിന്നെ യഥാർത്ഥ ആത്മീയത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുന്ന രാത്രിയാണ്. ഇത് പറയുമ്പോൾ നിങ്ങളെ തന്നെ കാണാൻ, നിങ്ങളുടെ കുടുംബത്തിലെ ആത്മീകം കാണാൻ എത്ര പേര് തയ്യാറാകും? ഈ രാത്രിയിലെ വാക്കുകൾ മുറുകെ പിടിക്കാമോ? ദൈവം എന്നോട് മിണ്ടാതിരുന്നാൽ, ദൈവം എന്നോട് അകന്നു നിന്നാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റവും വലിയ അകൽച്ച ദൈവത്തിന്റെ അകൽച്ചയാണ്. സ്തോത്രം. ഏറ്റവും വലിയ നിശബ്ദത ദൈവത്തിന്റെ നിശബ്ദതയാണ്. ഈ മനുഷ്യനോട് പുരോഹിതൻ ചോദിക്കുകയാണ്, ഞാൻ പെട്ടകം തരട്ടെ? അതുകൊണ്ട് പോക്ക്, കാരണം ബാക്കി ഒന്നും ഇല്ലെങ്കിൽ അയാൾ പെട്ടകം കൊണ്ട് പോകുമെന്ന് അറിയായിരുന്നു. അവിടെ വെച്ച് ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, പെട്ടകം എൻ്റെ കൂടെ കാട്ടിൽ കൊണ്ടുവരേണ്ടതല്ല,
പെട്ടകം കൊണ്ടുപോയി അതിനു വേണ്ടി നമ്മളടിച്ച കൂടാരത്തിൽ തന്നെ കൊണ്ടുവയ്ക്കുക. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്യം 15:25 ഞാൻ വായിക്കാം. രാജാവ് സാദോക്കിനോട്, നീ ദൈവത്തിൻ്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോ. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരും നിവാസവും കാണുവാൻ എനിക്കിടയാകും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ലെന്ന് അവൻ കൽപ്പിക്കുന്നുവെങ്കിൽ ഇതാ ഞാൻ അതിന് ഒരുക്കമാണ്. എത്ര നിർമ്മലമായ വാക്കാ നോക്കി. അദ്ദേഹം പറയുന്നു, സ്തോത്രം, ദൈവത്തിന് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. സ്തോത്രം. ഇന്ന് രാത്രി ആ വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ താക്കോൽ വാക്കായി തരികയാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ വേണ്ടത് നിന്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ ഇന്ന് രാത്രി തോന്നിയാൽ നിന്റെ കുടുംബത്തെ ദൈവമായ കർത്താവ് ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും, എത്ര വൻകിട ശക്തികൾ ഒന്നിച്ചു ചേർന്ന് ഗൂഢാലോചന നടത്തിയാലും, നിന്നെ നാട്ടിൽ നിർത്താതെ വണ്ണം തെറിപ്പിക്കാൻ നോക്കിയാലും, ആ വാക്ക് നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിച്ചോളണം. എൻ്റെ ദൈവത്തിന് കൃപ തോന്നിയാൽ ചാരന്മാരുടെ യാതൊരു ചാരപ്പണികളും എന്നിൽ ഫലവത്താകത്തില്ലെന്നു സ്വർഗം എന്നെ മടക്കി വരുത്തുമെന്നു വിശ്വസിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവർ ഈ രാത്രി വായടച്ചിരിക്കരുത്. ആത്മശക്തിയോടെ പറ, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഏത് പദ്ധതികളെയും ദൈവം പൊളിച്ചു കളഞ്ഞിട്ട് എന്നോടുള്ള നീതി ദൈവം നടപ്പാക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഗദ്ഗദത്തോടെ, സ്തോത്രം, ഇടറിയ തൊണ്ണയോടെ ദാവീദ് പറഞ്ഞു, എന്നോട് കർത്താവിന് കൃപയുണ്ടെങ്കിൽ അവൻ എന്നെ മടക്കി വരുത്തും. മടക്കി വരുത്തുമ്പോൾ ഇതും തിരുനിവാസവും അന്ന് ഞാൻ കണ്ടോളാം. അതല്ല, എന്നിൽ അവന് പ്രസാദമില്ലെങ്കിൽ ഞാൻ എന്തിനും ഒരുക്കമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒലുമലയിൽ പോകുന്നത്. സ്തോത്രം. ഭയങ്കരമായിരിക്കുന്ന തന്ത്രങ്ങൾ താഴെ, സ്തോത്രം, ഒലുമലയിൽ പോയിരുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഒറ്റയ്ക്ക്. കൂടെ ആരെയും അധികം ആളുകൾ കൊണ്ടുപോയില്ല. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ താഴെ വീണ്ടും തന്ത്രങ്ങൾ മുറുകുകയാണ്. ആ കാലഘട്ടത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. 3-ാം സങ്കീർത്തനത്തിന് തലവാചകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് അബ്ശാലോമിനെ, ഒന്ന് വായിച്ചേരെ, സ്തോത്രം, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നൊരു വേഗം വായിച്ചേരെ. ദാവീദ് അബ്ശാലോമിനെ, 3-ാം സങ്കീർത്തനത്തിൽ തലക്കെട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് തന്റെ മകന്റെ മുമ്പിൽ നിന്ന്, അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ. നോക്കണം, സ്തോത്രം. അങ്ങനെ ഒരു കാലം അദ്ദേഹത്തിനുണ്ടായി. അബ്ശാലോമിന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ എഴുതിയ സങ്കീർത്തനമാണത്. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് നിങ്ങളെ വാക്ക് കേട്ടെ എഴുതിയിരിക്കുന്നുണ്ട്. ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവിടെ വെച്ച് എഴുതിയ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം എഴുതുകയാണ്, എൻ്റെ രാജ്യത്ത് എന്നെക്കുറിച്ച് പലരും പറയുന്നു. എന്ത് പറയുന്നു? അവന് യഹോവയിങ്കൽ രക്ഷയില്ല എന്ന്, ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ദൈവം നോക്കിയാൽ പോലും ഇവനിനി രക്ഷപ്പെടിയല്ല. അതാ ശരിക്കും എൻ്റെ ഭാഷ അതാണ്. പക്ഷെ സങ്കീർത്തനം എഴുതിയപ്പോൾ അങ്ങനെ എഴുതിയെന്നുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നോക്കിയാൽ പോലും രക്ഷ. കാരണം എന്താ? ആളുകൾ പറയാൻ തുടങ്ങി, ഇവൻ പണ്ട് സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, കരടിയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് പൂട്ടാണ്, ഇതിനകത്തുനിന്ന് അവൻ രക്ഷപ്പെടില്ല. അങ്ങനെയല്ലേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഒരുപാട് വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാൽ ഇതിനകത്ത് നിന്ന് അവൻ രക്ഷപ്പെടില്ല. സ്തോത്രം. അവൻ ദൈവം നോക്കിയാൽ പോലും ഇനി ഇവന് രക്ഷയില്ലെന്ന് ആളുകൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ അബ്ശാലോമും കൂട്ടരും കൂടി ദാവീദിനെതിരെ ചെയ്ത പ്രവൃത്തി എത്ര വലിയ പ്രവൃത്തിയായിരിക്കും? സ്തോത്രം, ഹല്ലേലൂയ. അത്ര വലിയ ചാരപ്പണിയാണ് അഹീതോഫേൽ എന്ന ബുദ്ധിരാക്ഷസത്തിന്റെ നേതൃത്വത്തിൽ ഈ മനുഷ്യനെ, അഭിഷേകമുള്ള ഈ മനുഷ്യനെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു കളയാൻ, സമയം തീരുന്നതിനേക്കാൾ മുമ്പ് ഇറക്കി വിടാൻ ദുഷ്ട പൈശാചിക ശക്തികളുടെ പ്രേരണയാൽ സ്വന്തം മകനെ കയ്യിലെടുത്ത് തന്ത്രപരമായി നീങ്ങിയത് ചെറിയ കാര്യമല്ല. ആളുകൾ പറഞ്ഞു, ഇനി ദാവീദ് മടങ്ങി വരില്ല. ദൈവം നോക്കിയാൽ പോലും മടങ്ങി വരില്ല.
ഞാൻ ദാവീദിന്റെ കഥ പറയാൻ നിൽക്കുകയല്ല, നിങ്ങൾക്കുള്ള ദൂത് പറയുകയാണ്. നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് ഇനി പ്രാർത്ഥിച്ചാൽ രക്ഷയില്ല, ദൈവം നോക്കിയാൽ പോലും രക്ഷയില്ല എന്ന് സ്തോത്രം, ഏത് ഡോക്ടർ നോക്കിയാലും രക്ഷയില്ല, ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചാലും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇപ്പൊ രാത്രി 9 ആകും, 9-നുള്ളിൽ ഈ യോഗം തീരും. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രിക്കാലം അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വലിച്ചെടുക്ക്. യേശുവിന്റെ നാമത്തിൽ രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം, അത് രോഗമോ ഭാരമോ കടമോ എന്തുമാകട്ടെ, പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത ഭാരമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ആരോടും പറയാൻ പറ്റാത്ത നൊമ്പരമാകട്ടെ, ആ വിഷയത്തെ യേശുവിന്റെ നാമത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന കട്ടക്കെട്ടുകൾക്കിടയിൽ നിന്ന് വലിച്ചിറക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ഇന്ന് രാത്രി വലിച്ചു പുറത്തിറക്ക്. നീ അനുഭവിക്കുന്ന രഹസ്യ ദുഃഖങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി ഇല്ലാതായി പോട്ടെ. ശക്തിയോടെ 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 ഉടരബാന ശബ്ദരജനതനീയ കരമടിക്കുന്ന കൂടെ അന്യഭാഷയിൽ ആത്മാവിൽ പോരാടാൻ കൃപയുള്ള ദൈവമക്കളും അഭിഷിക്തന്മാരും ഒരുമിച്ച് ആത്മാവിൽ പറ. രക്ഷയില്ലെന്ന് പലരും പറയുമ്പോൾ രക്ഷയുണ്ടെന്നും നീ പറ. അല്പനേരം എല്ലാവരും ചേർന്ന് എന്റെ കൂടെ ദൈവത്തിന് നന്ദി പറ. ഒരു ബ്രേക്ക് ത്രൂവിന്റെ രാത്രിയാകട്ടെ ഈ രാത്രി. സ്വർഗം പറയുന്നു, നിനക്കെതിരെ നടന്ന ചാരപ്പണികൾ, നിനക്ക് വിരോധമായി നീങ്ങുന്ന തന്ത്രങ്ങൾ, നിനക്ക് വിരോധമായി എഴുതി പിടിപ്പിക്കുന്ന ചില എഴുത്തുകൾ, അതിന്റെ സ്തോത്ര ഹല്ലേലൂയ ഭയങ്കരമായിരിക്കുന്ന കരുനീക്കങ്ങൾ, അത് മുഴുവൻ ഇന്ന് രാത്രികാലം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവജനത്തിന് വിരുദ്ധമായി, നിന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന് വിരുദ്ധമായി നീ ചെയ്തു പോരേണ്ടതിന്, ഇന്നലെ രാത്രിയിലെ ദൂത് നീ മറക്കരുത്. നീ ചെയ്തു പോരേണ്ടതിന് നിന്റെ തലയിലൊഴിച്ച അഭിഷേകത്തെ നിലനിർത്തത്തിൽ നിന്ന് വാദിക്കുന്ന ആ വലിയ വ്യാപാര ശക്തിക്കെതിരെ ഹല്ലേലൂയ മൂന്നാം രാത്രി ദൈവം എഴുന്നേറ്റിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പറ, നീ രോഗിയാകില്ല. ആയുസിന്റെ മധ്യത്തിൽ നിന്ന് തട്ടിക്കളയാൻ നോക്കുന്ന എല്ലാ വ്യാപാരങ്ങളും സൗഖ്യമാകേണ്ടവർ സൗഖ്യമാകിയ സമയത്ത് വിടുവിക്കപ്പെടേണ്ടവർ വിടുവിക്കപ്പെട്, കയറി വരേണ്ടവർ കയറി വാ, രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെട്. യേശുവിന്റെ നാമത്തിൽ കരമടിക്കുന്നെങ്കിൽ അന്യഭാഷയോടെയോ യേശുവിന്റെ നാമം പറഞ്ഞോ. സ്വർഗത്തിലെ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മടങ്ങി വരികയില്ലെന്ന് പൊതുജനം പറഞ്ഞ വിഷയം ദൈവം മടക്കി വരുത്തുന്നു. ആളുകൾ പറയുന്നു നിനക്ക് രക്ഷയില്ല, നീ 5 വട്ടം പരീക്ഷ എഴുതി രക്ഷയില്ല. നിന്റെ മനസ്സാക്ഷി പറയുന്നു നിനക്ക് രക്ഷയില്ല. നിന്റെ കാശ് ചോർന്നു പോയിക്കൊണ്ടിരിക്കുക, നീ അത് ആരോടും പറയാതെ കൊണ്ട് നടക്കുക. പക്ഷെ സ്വർഗത്തിരുന്ന് ദൈവം അറിയുന്നു, നിന്റെ കയ്യിൽ പണം തന്ന ദൈവമാണ്. അത് ദൈവത്തിന്റെ പദ്ധതിക്കാണ്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന സകല ശക്തികളെയും ഇന്ന് രാത്രി സ്വർഗം കണ്ടോണ്ട് പറയുന്നു വിടുതലുണ്ട്. ജനങ്ങൾ പറയുന്നു രക്ഷയില്ലെന്ന്, സ്വർഗം നിശ്ചയിക്കുന്നു നിന്നെ രക്ഷിക്കണമെന്ന്. കൃപ ഹല്ലേലൂയ. റംശനബദി ഗഡഗജനദിയാര ഹംദരബൗഷ റീഖാനഗച്ഛസിയ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. 1:2 വായിച്ചത്, യഹോവ നോക്കിയാൽ പോലും ഇവൻ രക്ഷപ്പെടുകയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കുറിച്ച് പലരും പറയുന്നു. ഒരു കൂട്ടം ആളുകൾ നീ ഗതി പിടിക്കത്തില്ലെന്നും, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിന്നാൽ ഒരു ഗുണവും ഇല്ലെന്നും, നീ വന്നത് വെറുതെയായെന്നൊക്കെ ഒരു കൂട്ടം ആളുകൾ പറയുമ്പോൾ ദൈവം നിന്നെ രക്ഷിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. ഒലൂമലയിൽ പ്രാർത്ഥന മുറുകി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം നടപടി എടുക്കേണ്ടി വന്നു. ദാവീദിനെ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന് ചില പ്രത്യേക കാര്യത്തിൽ നടപടി എടുത്തേ പറ്റൂ. ദൈവം അത് നിശ്ചയം ചെയ്യും. സ്തോത്രം. സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ദാവീദിനെ നിലനിർത്താൻ വേണ്ടി ദൈവമായ കർത്താവ് വേദപുസ്തകത്തിൽ 5 പേരെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ദൈവം തൂക്കി നോക്കും. നിന്നെ നിർത്തുന്നത് കൊണ്ട് ലാഭമാണെന്ന് തോന്നിയാൽ
ബാക്കി ആരെയും ദൈവം തട്ടിക്കളയും. സ്തോത്രം, ഹല്ലേലൂയ. ശൗൽ രാജാവിനെ ദൈവമാണ് അഭിഷേകം ചെയ്തത്. പക്ഷേ ശൗൽ ഇരിക്കുന്നിടത്തോളം കാലം ദാവീദിന് സ്വസ്ഥത കിട്ടില്ല. സ്വർഗത്തിലെ ദൈവനെ തട്ടിമാറ്റി. സ്തോത്രം. അഖീതോഫേലിനെ നിങ്ങൾക്കറിയാലോ, ഈ ആലോചനയെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ മോളിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഇവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. അഖീതോഫേലിനെ ആരും തല്ലിക്കൊന്നതല്ല. തൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പോയി വീട്ടിൽ പോയി കെട്ടുഞാണ് ചത്തു. അബ്ശാലോം അപ്പനെതിരെ പ്രവർത്തിച്ചവനാണ്. അവനെക്കുറിച്ച് വായിക്കുന്നത്, കുതിരപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ തലമുടിയൊക്കെ വളർത്തുന്ന ഒരു പ്രകൃതിക്കാരനായിരുന്നവൻ. കരിവേലക മരത്തിൻ്റെ കമ്പിലവൻ്റെ തലമുടി ചുറ്റി. അവൻ്റെ കീഴെയുള്ള കുതിര ഓടിപ്പോയി. ആകാശത്തിൻ്റെ ഭൂമിയുടെ മധ്യത്തിൽ തൂങ്ങിക്കിടക്കുമ്പോൾ പുറകെ വന്ന എതിരാളികൾ അവനെ സ്തോത്രം നെഞ്ചത്ത് കുന്തം കുത്തി ഇറക്കി. ദാരുണമായൊരു അന്ത്യമാണ് നടന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എത്രയോ പേര് നാബാലിനെ ദൈവം തട്ടിക്കളഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ അതിലേക്ക് അടക്കുന്നില്ല. നമ്മൾ വായിച്ച 19-ാമത്തെ അധ്യായത്തിൻ്റെ ആ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം വായിക്കേണ്ട. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. 24-ാമത്തെ വാക്യത്തിൽ, രാജാവ് സമാധാനത്തോടെ മടങ്ങി വന്നു. അനിഷ്ട സംഭവങ്ങൾ പലതും താഴ്വാരത്ത് നടന്നു. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ച് ദാവീദ് വരത്തില്ല എന്ന് രാജ്യത്തിലെ പലരും പറഞ്ഞു. പക്ഷെ ദൈവം അവനെ മടക്കി വരുത്തിയിട്ടൊരു കോംപ്രമൈസ് കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം അബ്ശാലോമിനോട് പറഞ്ഞ, അപ്പനല്ലേടാ, ക്ഷമിക്കടാ, എടാ നിന്നെ സ്തോത്രം ഇത്രയും വളർത്തിയതല്ല, എൻ്റെ പേര് ഏതെങ്കിലും മൂലയിൽ വന്നിരുന്നോട്ടെ എന്നും പറഞ്ഞ് പഴയ ഓട്ടുവിളക്ക് ഇരിക്കുന്നത് പോലൊരു മൂലയെ കൊണ്ട് ഇരുത്തി എന്നല്ല പറഞ്ഞത്. എവിടെ നിന്ന് അവനെ ഇറക്കി വിട്ടോ അവിടേക്ക് യഥാസ്ഥാനപ്പെടുത്തി. രാത്രി വിശ്വസിക്കുന്ന നമ്മുടെ വിഷയം മടങ്ങി വരവല്ല, മടക്കി വരത്തിലുമല്ല, മടക്കി വരുത്തിയിട്ട് നിന്നെ ഇരുത്തേണ്ട സ്ഥലത്ത് അവൻ ഇരുത്തും. നിനക്ക് നഷ്ടപ്പെട്ടത് എവിടാണോ അവിടെ തിരിച്ചു വരുത്തും ദൈവം. നിന്നെ ഇറക്കി വിട്ടത് എവിടെ നിന്നാണോ അവിടെ കൊണ്ട് ഇരുത്തും ദൈവം. അതിന് ചങ്കൂറ്റമുള്ളൊരു ദൈവത്തെയാണ് 3 ദിവസമായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ആ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരെ ആരൊക്കെ ഒഴിവാക്കാൻ നോക്കിയാലും, കടലാസ് ചുരുട്ടിക്കളയുന്നത് പോലെ ചുരുട്ടിക്കളയാൻ നോക്കിയാലും, എൻ്റെ ദൈവം അവരെ മടക്കി വരുത്തി നിന്നെ തിരിച്ചു വിളിപ്പിച്ച് മടക്കി കൊണ്ടുവന്ന് ഇരിക്കേണ്ട സ്ഥാനത്തിരുത്താൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. വീണ്ടും ദാവീദ് കാലങ്ങളോളം ഇസ്രായേലിന്റെ രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ആളുകൾ വിധിച്ചതാണ് ഇനി ദാവീദ് അല്ല രാജാവ്. സ്തോത്രം. ആളുകൾ പറഞ്ഞതാണ് അവൻ ദൈവം നോക്കിയപ്പോഴും രക്ഷയില്ല. പക്ഷെ ദൈവം ഒരു കാര്യത്തിന് ഒരുമ്പെട്ട് ഇറങ്ങിയാൽ ആളുകളുടെ വാക്ക് ദൈവത്തിന് വിഷയമല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മടക്കി വരുത്തുന്നൊരു ദൈവമുണ്ട്. പുതിയ നിയമത്തിൻ്റെ ചിന്തകൾ ചേർത്ത് വെച്ച് പറഞ്ഞത്, നിന്നെ എന്താക്കണമെന്ന് ദൈവം നിശ്ചയിച്ചൊരു ദൈവമുണ്ട്. വീണ്ടും ജനിച്ച കാലത്ത് ദൈവം നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നെ നിലനിർത്താതിരിക്കാനുള്ള സകല അടവുകളും ഈ ദിവസങ്ങളിൽ ദൈവം തേച്ച് പറിച്ചു കളയുകയാണ്. ദൈവം അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദിനെ തിരിച്ചു കൊണ്ടുവന്നു. ഒരിക്കലും മടങ്ങി വരില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവം മടക്കി വരുത്തി. കരമുയർത്തി ഒന്നോളം സ്തോത്രം പറഞ്ഞോട്ടെ. മറ്റൊരു വാക്യം വായിക്കേണ്ടത് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നാണ്. എസ്തേറിന്റെ പുസ്തകം സ്തോത്രം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഒരിക്കലും മടങ്ങി വരില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം സ്തോത്രം മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തെ ഈ രാത്രി തെളിവുകൾ തരികയാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസം തന്നതുകൊണ്ട് വായിക്കാം. 6-ാം അധ്യായത്തിന്റെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ദുഃഖിതനായി. നമുക്ക് ആദ്യത്തെ വാക്ക് മാത്രം കിട്ടിയാൽ മതി. മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു. സ്തോത്രം. ഇത് 6-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായത്തിൽ വെച്ച് ഹാമാന്റെ തന്ത്രം കൊണ്ട് രാജാവിൻ്റെ വാതിൽപ്പടി കാവൽക്കാരനായിരുന്ന മൊർദെഖായി, ആ മൊർദെഖായിയെ സ്തോത്രം വീണ് നമസ്കരിച്ചില്ല, അല്ലെങ്കിൽ സ്തോത്രം ഹാമാന്റെ ഇഷ്ടത്തിന് വീണ് നമസ്കരിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് അതിനെതിരെ പല കള്ളക്കഥകൾ ചമച്ചു. നിങ്ങൾക്കറിയാം, അത് സൺഡേ സ്കൂൾ സ്റ്റോറിയാണ്, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വന്നു രാജാവിൻ്റെ പടിവാതിക്കൽ നിന്ന്, അഥവാ അവൻ ചെയ്തുകൊണ്ടിരുന്ന
അവൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന്, ജോലിയിൽ നിന്ന് അവനെ സ്തോത്രം ഹാമാൻ്റെ തന്ത്രം കൊണ്ട് തെറിപ്പിച്ചു. മാത്രമല്ല കഴിമരം ഒരുക്കി, കള്ളക്കേസുകൾ ഒതുക്കി, സ്തോത്രം ആകപ്പാടെ അവൻ്റെ നിലവാരം മറന്നു. ആ ഒരു നിലവാരത്തിലേക്ക് സ്തോത്രം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തി. 4-ാമത്തെ അധ്യായത്തിനകത്ത് അദ്ദേഹം ഈ കാര്യത്തിൽ നടുങ്ങിപ്പോയിട്ട് 4:1 വായിക്കുന്നത്, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ട് ഉടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തെ നടുവിച്ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഒരു ഗവൺമെൻറ്റിന് നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, പ്രത്യേകിച്ച് രാജാവിൻ്റെ സ്തോത്രം ഏറ്റവും ക്ലോസ് അംഗരക്ഷകൻ ഒരാളാണ്. പക്ഷേ യഹൂദന്മാർക്ക് വിരോധമായി 127 സംസ്ഥാനങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വിരോധമായി ഒരു ദിവസം നിശ്ചയിച്ചു. ആ വർഷത്തിൻ്റെ 12-ാം മാസം 13-ാം തീയതി എന്ന കൃത്യമായ ഒരു ദിവസം നിശ്ചയിച്ചു. ആ ദിവസം നിശ്ചയിച്ച് ആ ദിവസത്തിൽ സ്തോത്രം എല്ലാ യഹൂദന്മാരെയും കൊന്ന് ഇല്ലാതാക്കണമെന്ന് കൃത്യമായി പറഞ്ഞ് മുദ്രയിട്ടു. സ്തോത്രം എവിടെയാണ് ആ വാക്യം? സ്തോത്രം 2-ാം അധ്യായത്തിലാണ്, 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ രാജസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചൊക്കെ രാജപ്രതിനിധികൾക്ക്, ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്ക്, അതത് ജനത്തിൻ്റെ പ്രമുഖന്മാർക്ക് സംസ്ഥാനത്തിലേക്കും അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിലും അവരുടെ ഭാഷയിലും എഴുതി. അഹശ്വേരോസ് രാജാവിൻ്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കണം. സ്തോത്രം. ഒരു മായ്ക്കാൻ പറ്റാത്ത ഒരു ബില്ല് അവിടെ പാസ്സാക്കിയത് ഇതാണ്. 12-ാം മാസം 13-ാം തീയതി, ആ വർഷത്തെ 12-ാം മാസം 13-ാം തീയതി 127 സംസ്ഥാനങ്ങളിലുള്ള സകല യഹൂദന്മാരെ ആബാലവൃദ്ധം എന്ന് പറഞ്ഞ ഒരു കഷായത്തിന് പോലും ബാക്കി വെക്കാതെ ബാലന്മാരും വൃദ്ധന്മാരും അടക്കം, അതിനാണ് ആബാലവൃദ്ധം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സ്തോത്രം. സകല യഹൂദന്മാരെ കൊന്നുമുടിക്കണം, അവർ ബാക്കി ഉണ്ടാകരുത്. ലോകം മുഴുവൻ 127 സംസ്ഥാനം എന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്, രാജ്യങ്ങൾ എന്നാണ്. അന്നത്തെ ലോകം ഭരിക്കുന്നൊരു ചക്രവർത്തിയാണ് സ്തോത്രം അഹശ്വേരോസ്. ആ രാജാവിൻ്റെ എഴുത്തിനകത്ത് കൊടുത്തയച്ചു, ലോകത്തിൽ എവിടെയൊക്കെ യഹൂദനുണ്ടോ ആ യഹൂദനെ മുഴുവൻ ഈ വർഷം കൊണ്ട് അവൻ്റെ കഥ കഴിയണം, 13-ാം തീയതിക്കുള്ളിൽ സംഭവം മുഴുവൻ ആളുകളെ തീർത്തിരിക്കണം എന്ന് മുദ്ര വെച്ചു. മൊർദെഖായിക്ക് മാത്രമല്ല, യഹൂദന്മാരെ മുഴുവൻ ഇല്ലാതാക്കാൻ. നിങ്ങൾക്കറിയോ, ലോകത്തിലെ ഏറ്റവും ഭാവിയുള്ള ജനം ദൈവത്തിൻ്റെ ജനമാണ്. അവരെക്കുറിച്ചാണ് ദൈവം ഒരുപാട് പ്ലാനുകൾ ചെയ്തിരിക്കുന്നത്. യഹൂദനെക്കുറിച്ച് വേദവ്യാഖ്യാതാക്കളുടെ അഭിപ്രായം സ്തോത്രം, യഹൂദൻ ലോകത്തിൻ്റെ ഘടികാരമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ചലനവും മടങ്ങിയവരും അനുസരിച്ചിട്ടാണ് ലോകത്തിലെ കാര്യഗതികളെ ദൈവം നിശ്ചയിക്കുന്നത്. യഹൂദൻ ഒരു അടയാളമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവരിൽ വരുന്ന മാറ്റങ്ങളാണ് യേശുവിൻ്റെ മടങ്ങി വരവിന് പോലും കാരണമാകുന്നത്. അതിനെക്കുറിച്ചെല്ലാം അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അവർക്ക് ഹാമാൻ കുറിച്ച രേഖയ്ക്കകത്ത് അവൻ്റെ കാലഘട്ടത്തിൽ 12-ാം മാസം 13-ാം തീയതി വരെയേ ഭാവിയുള്ളൂ. അതിനപ്പുറത്തേക്ക് യഹൂദൻ ഇല്ലെന്നാണ് അവൻ്റെ രാജകീയ സ്തോത്രം മിനിസ് ബുക്കിനകത്ത് എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് ഒപ്പുവെച്ചത്. ഈ കൊല്ലം കൂടിയേ നീ ഉള്ളൂ. സ്തോത്രം. നിന്റെ മക്കളും നീയും ഈ വർഷം 12-ാം മാസം കൊണ്ട് തീരും എന്നെഴുതി വെച്ചു. സ്തോത്രം. മൊർദെഖായിക്ക് അവൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. പക്ഷെ ഒറ്റ ഉപവാസം, 3 ദിവസത്തെ ഒരു ഉപവാസം. സ്തോത്രം. ഹല്ലേലൂയ. ആ വിഷയത്തെ ഇവർ രണ്ടുപേരും ഫേസ് ചെയ്തത് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു. ഇങ്ങനൊരു വിഷയം വന്നപ്പോഴത്തേക്കും മൊർദെഖായി ആകപ്പാടെ വെപ്രാളപ്പെട്ട് സ്തോത്രം വലിയ പരവേശം എടുത്ത് പട്ടണത്തിന് നടുവിൽ ചെന്ന് വസ്ത്രം കീറി തലമുടി പിച്ചിപ്പറിച്ച് അയ്യവാവെന്ന് നിലവിളി ഉണ്ടാക്കി ഭയങ്കരമായിട്ട് വെപ്രാളം ഉണ്ടാക്കി. നാട്ടുകാർ മുഴുവൻ ആൾക്കാർ കണ്ടു, പട്ടണത്തിൻ്റെ നടുവിൽ വെച്ച് ഈ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു യഹൂദൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറി. സംഭവിച്ചതൊക്കെ കേട്ടപ്പോൾ, ഈ കാര്യങ്ങൾ വന്നപ്പോൾ ഇതേ കാര്യം എസ്തേറിനോട് ചെന്ന് പറഞ്ഞു. എസ്തേർ പ്രതികരിച്ച് നിങ്ങൾക്കറിയാമോ? വസ്ത്രം കീറി തലമുടിയും പിച്ചിപ്പറിച്ചാണോ? അല്ല. ഒരു വിഷയം തന്നെ 2 ആളുകൾ ഫേസ് ചെയ്യുന്നതാണ് ഈ 2 കാര്യങ്ങൾ. ചില ആളുകൾ ചിലത് കേൾക്കുമ്പോഴത്തേക്കും സ്തോത്രം അവരങ്ങ് വെപ്രാളാക്കും. പക്ഷെ അതേ കാര്യം എസ്തേർ കേട്ടപ്പോൾ എസ്തേർ പറഞ്ഞു, ഈ കാര്യത്തിനകത്ത് തലമുടി പിച്ചിപ്പറിട്ട് കഥയില്ല, വസ്ത്രം കീറിയിട്ട് കഥയില്ല. ഇതിനൊരു കാര്യമുള്ളൂ, ആരും റെക്കമെൻഡ് ചെയ്തല്ലേ, എസ്തേറിനെ പേടിപ്പിച്ചു മൊർദെഖായി. എന്ത് പറഞ്ഞോണ്ടാ? ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ
യഹൂദന് മറ്റൊരു സ്ഥലത്ത് നിന്ന് രക്ഷ വരും, നീയും നിന്റെ കുടുംബവും. പേടിപ്പിച്ചതാ. സ്തോത്രം. എങ്ങനെയെങ്കിലും ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞതാണ്. സ്തോത്രം. നീ മുടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എസ്തേർ പറഞ്ഞു, എൻ്റെ കെട്ടിയവനെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അവൾ പറഞ്ഞാൽ കേൾക്കുകയില്ല. പോത്തിനോട് വേദമെന്ന് പരിപാടി ഞാൻ ചെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും നടക്കുകയില്ല. അതിനൊരു വഴിയുള്ളൂ. ഞങ്ങൾ 3 ദിവസം ഉപവസിക്കാം. അറിയിക്കാവുന്ന പരമാവധി ആളുകളെ അറിയിക്കുക. എല്ലാവരും കൂടി ഉപവസിക്കുക. അയക്കടെ കാലെ പിടിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ കാൽക്കൽ വീഴുന്നതാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രിക്കാലം ഈ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. അയാളോട് ഞാൻ പറഞ്ഞാലൊന്നും ഏക്കുകയല്ല, ആര് പറഞ്ഞാലും കേൾക്കുകയല്ല. ഒരു മന്ത്രവും ഏക്കാത്ത, അല്ലെങ്കിൽ ഒന്നും ഏക്കാത്ത മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അയാൾ പറഞ്ഞ ഒരു വഴിയുള്ളൂ, ഒന്നും ഏക്കാത്തിടത്ത് ഉപവസിക്കാൻ തയ്യാറാകണം. ഉപവാസം കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. സ്തോത്രം. ഹല്ലേലൂയ. ആ മാസം 12-ാം തീയതി വരെ ഉള്ളൂ എന്ന് പറഞ്ഞ സ്തോത്ര സ്ഥിതിക്ക് ഭേദം വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അതേ ദിവസത്തിൽ സ്തോത്രം ഈ ഹാമാനെയും മക്കളെയും തൂക്കിക്കളഞ്ഞെന്നാണ് സ്തോത്രം ഈ പുസ്തകത്തിനകത്ത് ചരിത്രം എഴുതിയിരിക്കുന്നത്. അതേ ദിവസത്തിൽ ഹാമാനെയും മക്കളെയും തൂക്കിക്കളഞ്ഞു. സ്തോത്രം. 12-ാം മാസം തന്നെ അങ്ങനെ ചെയ്തു എന്നാണ് സ്തോത്രം എഴുതിയിരിക്കുന്നത്. എവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം നമുക്ക്. സ്തോത്രം. എൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണോ നോക്കി. ശൂഷനിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതി ഒന്നിച്ചുകൂടി ശൂഷനിൽ 300 പേരെ കൊന്നു. സ്തോത്രത്തിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, കൃത്യം ആ ദിവസത്തിൽ തന്നെ, അവൻ കുറിച്ച ദിവസം തന്നെ അവനെ മക്കളെയും തൂക്കിക്കളഞ്ഞു. ഞാൻ ആ സ്ഥലത്ത് സ്തോത്രം കൂടുതൽ ആ പരിസരത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. കേട്ടോളണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ നോക്കിയേ, നിൻ്റെ ആയുസ്സിന് വില പറഞ്ഞ്, നിൻ്റെ ഭാവിക്ക് വില പറഞ്ഞ്, അവൻ്റെ ഡയറിക്കകത്ത് കുറിച്ച് വെച്ച്, ഈ കൊല്ലം കൂടിയ നീ ഉള്ളെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കിക്കളയാൻ നോക്കിയവനെ സ്വർഗത്തിലെ ദൈവം മാറ്റി. സ്തോത്രം. മൊർദെഖായിയെ ദൈവം എവിടെ നിന്നാണ് അവൻ ഇറക്കി വിട്ട് ആ പടിവാതിക്കലേക്ക് മടക്കി വരുത്തിയെന്ന് മാത്രമല്ല, അവിടെ നിന്ന് ദൈവം ഉയർച്ച കൊടുത്തു. സ്വർഗത്തിലെ ദൈവത്തിന് കൃപ വ്യാപരിപ്പാൻ ഇടയായി തീർന്നു. രാജാവിന് ഒടുക്കം കൊടുക്കാത്ത രാത്രിയിൽ ദിനവൃത്താന്ത പുസ്തകം മറിച്ചു നോക്കിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മൊർദെഖായി ചെയ്ത കാര്യങ്ങൾക്കൊന്നും കൊടുത്തില്ല. അതിന് പ്രമോഷൻ കൊടുത്തില്ല, ഇൻക്രിമെന്റ് കൊടുത്തില്ല, മാനിച്ചില്ല എന്നെല്ലാം പറഞ്ഞ രേഖകൾ പുറത്തു വന്നു. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഒരു 3 ദിവസത്തെ പ്രാർത്ഥന വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ശത്രു പൂഴ്ത്തി വെച്ച പല റെക്കോർഡുകളും പുറത്തു വന്നു. ദൈവം ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, ഈ യോഗം കഴിയുമ്പോൾ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? മുടക്കി വെച്ച, ഒതുക്കി വെച്ച, മറച്ചു വെച്ച ചില രേഖകളെ സ്വർഗത്തിലെ ദൈവം അതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ വിശ്വാസത്തോടെ, നന്ദിയോടെ ഇന്ന് രാത്രിക്കാലം പറ, നിന്റെ പ്രമോഷനുകളെ തടഞ്ഞ്, നിന്റെ ഇൻക്രിമെന്റുകളെ തടഞ്ഞ്, നിന്റെ ഉയർച്ചകളെ തടഞ്ഞ്, നിന്റെ ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഏത് തടസ്സവും ശൂഷൻ രാജധാനിയിൽ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള പല ബില്ലുകളും സ്വർഗത്തിലെ ദൈവം പുറത്തെടുക്കാൻ തുടങ്ങിയതുപോലെ ഞാനൊരു പ്രവാചകനെ പോലെ നിങ്ങളുടെ പുൽപ്പറ്റിൽ നിന്ന് അലറി വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി സ്വർഗം എഴുതി വെച്ച രേഖകൾ, ദൈവം എഴുതി വെച്ച രേഖകൾ, അതിനെ ഇത്രയും നാള് ശത്രു മറച്ചു വെച്ചെങ്കിൽ അധികാരികളെ കൊണ്ട് പുറത്തെടുപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലൂടെ ഉലാവുന്നുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറ, ആ ദൈവം നിന്റെ നന്മകളെ മടക്കി വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരു ഉയർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്? കിട്ടാനുള്ള നന്മ ആരുടെയും പോക്കറ്റിൽ കിടക്കുന്നത് പോക്കറ്റ് അടിക്കണ്ട, മറ്റൊരുത്തന്റെ കസേര തെറിപ്പിച്ചിട്ട് എനിക്ക് വേണ്ട, ന്യായമായിട്ടും എനിക്ക് കിട്ടേണ്ട അവകാശം എൻ്റെ ദൈവം എനിക്ക് തിരിച്ചു തരുന്ന വർഷമാണിത്. ഈ യോഗം കഴിയുമ്പോൾ, ഈ 3 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം, മടക്കി വരുത്തുന്ന ദൈവം, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, ഉയർച്ച തരുന്ന ദൈവം, ശത്രു എഴുതിയ രേഖകളെ ക്യാൻസൽ ചെയ്യുന്ന ദൈവം. സംഭവിക്കട്ടെ അത്, സംഭവിക്കട്ടെ അത്. ഇന്ന് രാത്രിക്കാലം സംഭവിക്കട്ടെ. പരമാർത്ഥിയായ, നിഷ്കളങ്കനായ സത്യദൈവത്തെ ആരാധിച്ചു എന്നുള്ള കുറ്റം കൊണ്ട് നിന്റെ മേൽ കെട്ടിവെച്ച സകല ക്ലെയിമുകളും ഇന്ന് രാത്രി ദൈവം ക്യാൻസൽ ചെയ്യും.
ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ രാത്രി ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതുന്നത് പോലെ ദൂത് പറയുന്നുണ്ട്. ശത്രുവിന് നിന്നോടുള്ള ഏക വൈരാഗ്യം നീ ദൈവത്തെ സ്തുതിക്കുന്നതാണ്, ദൈവത്തെ ആരാധിക്കുന്നതാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണ്, ദൈവത്തെ പ്രഘോഷിക്കുന്നതാണ്, ദൈവത്തെ വിശ്വസിക്കുന്നതാണ്. അതിന് വിരോധമായി നിനക്കെതിരെ ഉണ്ടാക്കിയ സകല തന്ത്രങ്ങളും സകല രൂപരേഖകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനം ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ യഹോവ ഒരു വീരനെ പോലെ യേശുവിന്റെ നാമത്തിൽ മടക്കി വരുത്തുന്ന ദൈവം, ഒതുക്കി കളയാൻ ഒരു പിശാചുണ്ടെങ്കിൽ മടക്കി വരുത്താൻ ഒരു ദൈവമുണ്ടെന്ന് കരമടിക്കുന്ന കൂടെ പറഞ്ഞോണ്ട് കരമടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കള്ളക്കഥകൾ ചമയ്ക്കാൻ, കള്ളരേഖകൾ എഴുതാൻ, സ്തോത്രം, ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ചാരപ്പണി നടത്തി മേലുദ്യോഗസ്ഥന്റെ കാതിൽ പറഞ്ഞ് ഞങ്ങളെ ഒതുക്കാൻ ഒരു പിശാചുണ്ടെങ്കിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ മടക്കി വരുത്തുന്ന ദൈവമാണ്. കൃപ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഒന്ന് ദാവീദിനെ ഒരിക്കലും മടങ്ങി വരില്ലെന്ന് വിചാരിച്ചിടത്ത് നിന്ന് സ്വന്തം കുടുംബത്തിലെ തലമുറകളെതിരായി വിശ്വസിച്ചവർ, സ്തോത്രം, എന്താ പറയുക, സ്തോത്രം, വഞ്ചിച്ച് അങ്ങനെ മറച്ചവനെ ദൈവം മടക്കി വരുത്തി. രണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ വിശ്വസിച്ചതിൻ്റെ പേരിൽ വളരെ ശക്തനായ ഒരു അധികാരി, രാജാവുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന അധികാരി, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എഴുതി ചമച്ച രേഖകളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഒറ്റയാനായ ദൈവം മൊർദെഖായിയെ മടക്കി വരുത്തി. യഹൂദന്റെ ഭാവി ഇനി ഇല്ലെന്ന് പറഞ്ഞവന്റെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോഴും സ്വർഗം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ആളെ കൂടി പറഞ്ഞ്, എൻ്റെ യേശുവിനെ കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. മൂന്നാമത്തെ ആള്, ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 19-ാമത്തെ അധ്യായം 1-ാം വാക്യം. സ്തോത്രം, മടങ്ങി വരാൻ ഒരു സാധ്യതയില്ലാത്തവനെ ദൈവം മടക്കി വരുത്തിയ, സ്തോത്രം, അടുത്ത സംഭവം 2 ദിനവൃത്താന്തം 19-1 വായിച്ചാട്ടെ. യഹൂദ രാജാവായ യെഹോശാഫാത്ത് യെരൂശലേമിൽ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ മതി. സ്തോത്രം. മൂന്നാമത്തെ ആള്, സമാധാനത്തോടെ ദൈവം മടക്കി കൊണ്ടുവന്ന മൂന്നാമത്തെ ആള്. സ്തോത്രം. യഹൂദ രാജാവായ യെഹോശാഫാത്ത്. സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങൾ അറിഞ്ഞെങ്കിലേ ആ വാക്യത്തിന്റെ, സ്തോത്രം, കഴമ്പ് എത്ര വലുതാന്ന് പിടികിട്ടുകയുള്ളൂ. ഇസ്രായേൽ രാജ്യം ശലോമോന് ശേഷം രണ്ടായി വിഭജിക്കപ്പെട്ടു എന്നും തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും അഥവാ യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ടായിട്ട് ഛേദിക്കപ്പെട്ടു എന്നും ഉള്ള വിവരം നിങ്ങൾക്ക് ഇത്രയും നാളത്തെ ആത്മീക പരിചയം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ, സ്തോത്രം, യഹൂദ രാജ്യം ഭരിച്ചു പോന്ന, സ്തോത്രം, 20 രാജാക്കന്മാർ യഹൂദയിലും 19 രാജാക്കന്മാർ ഇസ്രായേലിലും ഭരിച്ചു. തുടർന്ന് 39 രാജാക്കന്മാർ. രാജ്യം ഒന്നായിരിക്കുന്ന സമയത്ത് 3 രാജാക്കന്മാർ, 42 രാജാക്കന്മാരാണ് മൊത്തത്തിൽ ഇസ്രായേലിനെ ഭരിച്ചതിനെ കുറിച്ച് ചരിത്രം പറയുന്നത്. അതിൽ യഹൂദ രാജാവായിരിക്കുന്ന യെഹോശാഫാത്ത് യഹൂദ ഭരിക്കുന്ന കാലത്താണ്, സ്തോത്രം, ഇസ്രായേലിൽ ആഹാബ് ഭരിക്കുന്നത്. ആഹാബ് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല, ഇസബേലിന്റെ ഭർത്താവ്. ചിലർ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. സ്തോത്രം, മനസ്സിലായി. ഇസബേലും, സ്തോത്രം, ആഹാബ്. അപ്പൊ ഇസ്രായേലിൽ ആഹാബ് ഭരിക്കുകയാണ്. ആഹാബ് ഭരിക്കുന്ന സമയത്താണ് ഇവിടെ യെഹോശാഫാത്ത് ഭരിക്കുന്നത്. തത്വത്തിൽ മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ ഇസ്രായേൽ രാജാക്കന്മാരും യഹൂദ രാജാക്കന്മാരും തമ്മിൽ കാണുമ്പോൾ മിണ്ടു എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു അടുപ്പമില്ല. സ്തോത്രം, ഒരടുപ്പമില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു അല്ലേ? നമ്മുടെ അടുത്ത് എങ്ങനെ സംഭവമൊക്കെ ഒരു ദൈവത്തെ ആരെ കാണുമ്പോൾ മിണ്ടു, അതിനൊക്കെ വലിയ ബന്ധമൊന്നുമില്ല. ഇവിടെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് സ്തോത്രം. അപ്പോൾ അവർ തമ്മിൽ അത്രയേ ഉള്ളൂ. ഒരു ദൈവമാണ്, സംഭവമൊക്കെ ശരിയാണ്, കാണുമ്പോൾ വലിയ ബന്ധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല, ഫോൺ വിളിക്കാറില്ല, വലിയ ബന്ധമൊന്നുമില്ല. ഒറ്റ, സ്തോത്രം, കൊലയിൽപ്പെട്ടതാണ്, പക്ഷേ ബന്ധങ്ങളില്ല. പക്ഷേ ആഹാബ് ഭയങ്കര തന്ത്രശാലിയാണ്. യെഹോശാഫാത്ത് ഒരു നല്ല രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തെ യെഹോശാഫാത്തിനെ പതുക്കെ ആഹാബ് വശീകരിച്ചു എന്ന് തന്നെയാണ് ദിനവൃത്താന്തത്തിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വശീകരിച്ചത് ഒരു ദിവസം സാരമായ നിലവാരത്തിൽ കൊട്ടാരത്തിലേക്ക് ഇവിടുത്തെ രാജാവിനെ
ഒരു വിരുന്നിന് വിളിച്ചു, ഒരു രാത്രിയിൽ അത്താഴത്തിന് വിളിച്ചു. യെഹോശാഫാത്ത് മുൻ രാജാക്കന്മാരുടെ ആരുടെയും കാലത്തില്ലാത്ത ഒരു പ്രത്യേക സ്തോത്രം, എന്താ പറയുക, ഒരു ഐക്യതയ്ക്ക് വേണ്ടി എന്നൊക്കെ നിലവാരത്തിനകത്ത് ഇദ്ദേഹം ആഹാബ് ക്ഷണിച്ചതനുസരിച്ച് വിരുന്നിന് പോയി. അവിടെ ചെന്ന് കഴിച്ചു കുടിച്ചു, സ്തോത്രമൊക്കെ സംസാരിച്ചപ്പോൾ അവിടെ ചെന്ന് കഴിച്ചാൽ പിന്നെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്കും വാ എന്ന് പറയുന്ന രീതിയുണ്ടല്ലോ. അങ്ങനെ യെഹോശാഫാത്ത് പറഞ്ഞു, എന്നാൽ സാറും കൊച്ചമ്മയും കൂടി ഒരു ദിവസം അങ്ങോട്ടും വരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങോട്ടും വന്നു. 2 ഊണ് കൊണ്ട് ആഹാബ് യെഹോശാഫാത്തിനെ കയ്യിലാക്കി. അടുത്ത ദിവസം ചോദിച്ചു, സ്തോത്രം നാളെ എന്നാ പരിപാടി? ഒന്നുമില്ല. എന്നാൽ എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. സ്നേഹം കൂടിയ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും ചോദിക്കാതെ വണ്ടി കയറി പോകും. സ്തോത്രം. അതുകൊണ്ട് യെഹോശാഫാത്ത് ചോദിച്ചില്ല, എങ്ങോട്ടാന്ന് ചോദിച്ചില്ല, കാരണം അത്ര ബന്ധമായി പോയില്ലേ. അപ്പോൾ ആഹാബ് വിളിച്ചു, രഥത്തിൽ കയറിപ്പോയി. ചെന്നപ്പോഴറിയുന്നത് അശ്ശൂർ രാജാവുമായിട്ട് യുദ്ധത്തിനാണ് കൊണ്ടുപോയെന്ന്. ഒരു മുന്നറിയിപ്പില്ലാതെ വിളിച്ചുകൊണ്ടുപോയി. ഒരു ഇതില്ല. അങ്ങനെയാണ് സാധാരണ. നേരത്തെ പറയണം, അവന്മാർ നമ്മളോട് ഭയങ്കര ശല്യമാണ്, നമുക്ക് രണ്ടുപേരും ഒന്നിച്ച് നിൽക്കണം, നമ്മളൊരു അപ്പൻ്റെ മക്കളാണ്, ഒരു ദൈവത്തെ സേവിക്കുന്നവരാണ്, അതൊക്കെ ഒരു ഡീസൻ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഒന്നുമല്ല, ചുമ്മാ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, എങ്ങോട്ട് പോയെന്നറിയാമോ? യുദ്ധത്തിലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് യെഹോശാഫാത്ത് പറഞ്ഞൊരു മുന്നറിയിപ്പില്ലാതെ, കുഴപ്പമില്ല, നീ കൂടെ നിന്നാൽ മതി, ബാക്കിയെല്ലാം ചെയ്തോളാന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ആഹാബ് ഒരു കാര്യം കൂടി വളരെ തന്ത്രപരമായി ചെയ്തത് ഇതാണ്. യെഹോശാഫാത്തിനോട് പറഞ്ഞു, അച്ഛൻ യുദ്ധത്തിന് ഇറങ്ങണ്ട, മണ്ണി കാലി ഓട്ടണ്ട, രഥത്തിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ പട്ടാളക്കാരുടെ കൂടെ ഇറങ്ങി ഞാൻ യുദ്ധം ചെയ്തോളാം. അപ്പം എന്ത് നല്ല മനസ്സാന്ന് നോക്കിയ. കൊണ്ടുപോയ ഇദ്ദേഹത്തോട് യുദ്ധം ചെയ്യാനോ വില്ലു വലയ്ക്കാനോ പറഞ്ഞില്ല. രഥം തെളിച്ചുകൊണ്ട് യുദ്ധം നമ്മൾ ജയിക്കാൻ, അത് പേടിക്കണ്ട. നമ്മൾ 2 രൂപ വന്നിരിക്കുന്നല്ല, ജയിക്കും. അത് ദൈവം നമുക്ക് ജയം തരും, എന്ന് പേടിക്കണ്ട. അപ്പോൾ യുദ്ധം ജയിക്കും. അതുകൊണ്ട് സ്തോത്രം, ഇസ്രായേൽ രാജ്യത്തിൻ്റെ കൊടി പറക്കുന്ന ഈ രഥത്തിനകത്ത് അങ്ങ് രഥം തെളിച്ചാൽ മതി, യുദ്ധമൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഓർക്കും, ഞങ്ങൾ ഈ പാസ്റ്റർമാർ ഇത്രയും നല്ല ആഹാബിനെ കുറിച്ചാണോ ഈ പ്രസംഗമൊക്കെ പ്രസംഗിച്ചെന്ന് തോർത്തു പോകും. കാരണം എത്ര നല്ല മനുഷ്യനെ. പക്ഷെ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം, യെഹോശാഫാത്ത് രഥത്തിലിരുന്നു. ആഹാബ് പട്ടാളത്തിൻ്റെ കൂടെ വസ്ത്രം മാറി തൻ്റെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അശ്ശൂരിനെതിരെ യുദ്ധത്തിനിറങ്ങി. അന്ന് അശ്ശൂർ രാജാവ് പ്രത്യേകം പറഞ്ഞയച്ചു പട്ടാളത്തലവനോട്. പറഞ്ഞത് ഇങ്ങനെയാണ്, ആഹാബ് ഇസ്രായേലിൻ്റെ രാജാവ് യുദ്ധത്തിന് വരുവാണെങ്കിൽ സൈന്യത്തിന് നേരെ ഇന്നൊന്നും ചെയ്യണ്ട, ഇന്ന് രാജാവിനെ തട്ടിയിട്ട് വന്നേച്ചാൽ മതി. അവൻ രഥത്തിൽ വരുവാണെങ്കിൽ ഒരമ്പ് പോലും സൈന്യത്തിന് നേരെ തൊടുത്തു വിടണ്ട, എല്ലാ അമ്പുകളും രഥത്തിന് നേരെ മാത്രം തൊടുത്തു വിടുക. സ്തോത്രം. അത് പറഞ്ഞുകൊണ്ട് അശ്ശൂർ സൈന്യം ആയുധമായി അല്ലെങ്കിൽ അമ്പുമായിട്ട് നേരെ കയറി വന്നു. സൈന്യം നിരന്നു. രഥത്തിന് നേരെ 4 വശത്തുനിന്നും അമ്പുകൾ പാഞ്ഞു. വേറെ എങ്ങോട്ട് യുദ്ധത്തിന് അമ്പുകൾ പായുന്നില്ല. യെഹോശാഫാത്ത് രഥത്തിലിരിക്കുന്നത്. ഒരു കാര്യമില്ല, അത് ചുമ്മാ കയറിപ്പോയതാണ്. സ്തോത്രം. പിള്ളേരോടൊക്കെ പറയണം, ആരെങ്കിലും പിടിച്ചാൽ വണ്ടിയുടെ പുറകെ കയറി പോകരുത്. എന്താ കാര്യം എന്ന് ചോദിക്കണം. പിള്ളേർ മാത്രമല്ല, അച്ചാനും പോകരുത്. കാരണം സ്തോത്രം, ചെന്ന് പെട്ടു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യെഹോശാഫാത്ത് പേടിച്ചിട്ട് രഥത്തിൽ ചുരുണ്ട് കിടന്ന് ദൈവത്തെ വിളിച്ച് നിലവിളിച്ചപ്പോൾ ദൈവത്തിന് കരുണ തോന്നി. ഇപ്പോൾ സമയത്ത് ഇതൊക്കെ ഒരു ഭയങ്കര നെറ്റ്വർക്കാണ്. യെഹോശാഫാത്ത് നിലവിളിക്കുന്നു, ദൈവത്തിന് കരുണ തോന്നുന്നു. കരുണ തോന്നുന്ന സമയത്ത് രാജാവ് യെഹോശാഫാത്താന്ന് സൈന്യത്തിന് അറിയില്ല, ഇസ്രായേലിൻ്റെ രാജാവാന്ന് അവർ വിചാരിച്ചിരിക്കുന്നേ. രാജാവ് കരയുന്നത് കേട്ടപ്പോൾ അശ്ശൂർ സൈന്യത്തിൻ്റെ പടത്തലവന് എന്തോ തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആരും ഇനി അമ്പ് തൊടുക്കണ്ട, അയാൾ തോറ്റ ലക്ഷണമാണ്, മുറിവേറ്റാണെന്ന് അറിയില്ല, അയാൾ കരയാണ്, നിർത്താൻ പറഞ്ഞ് അമ്പ് നിർത്തുന്ന അല്ലെങ്കിൽ സ്തോത്രം ശരം എയ്ത് വിടുന്നത് നിർത്തുന്ന സമയത്ത് ഒരു പടയാളി, അശ്ശൂർ പാളയത്തിൽ ഒരു പടയാളി ഉന്നം പിടിച്ച് സ്തോത്രം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്പെയ്യരുതെന്നുള്ള കമാൻഡ് വരുന്നത്. പക്ഷേ അയാളിങ്ങനെ തൊടുത്ത് നിൽക്കുക. അയാൾ തമാശയ്ക്കങ്ങ് വിട്ടു ആ കമ്പി. അത് നേരെ കറങ്ങിത്തിരിഞ്ഞ് ഈസ്റ്ററിന് ചക്രം കത്തുന്ന പോലെ കത്തി നേരെ ചെന്ന ആഹാബിൻ്റെ നെഞ്ചത്ത് തറച്ചു. യുദ്ധത്തിൽ മുറിവേക്കാതിരിക്കാൻ വേണ്ടി വേഷം മാറി പട്ടാളത്തിൻ്റെ ഇടയിൽ നിന്നതാണ് രാജാവ്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. നീ എവിടെ മറഞ്ഞിരുന്നാലും
സ്തോത്രം. ഏതെങ്കിലും വഴി കൂടെ പോയ അമ്പ് കറക്കി ചുറ്റി അവൻ്റെ നെഞ്ചത്ത് കയറ്റി. പെട്ടെന്ന് ആഹാബ് സ്തോത്രം ഇരട്ടച്ചങ്കനാണ്. അയാൾ പെട്ടെന്ന് പട്ടാളത്തോട് പറഞ്ഞു, കരഞ്ഞൊന്നും യഹോശാഫാത്തിനെ പോലെ കരഞ്ഞൊന്നുമില്ല. അയാൾ പറഞ്ഞു, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ആരും അറിയാതെ തന്നെ രഥത്തിൽ കയറ്റാൻ പറഞ്ഞു. അയാൾ വാരിക്കൂട്ടി രഥത്തിലിട്ടു. രഥം ഓടിച്ച് സ്തോത്രം രഥം തെളിക്കുന്ന സാരഥി പോയി. പോകുന്ന വഴിക്ക് രഥത്തിൽ കിടന്ന ആഹാബ് മരിച്ചു. സ്തോത്രം. കുപ്രസിദ്ധനായ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും നീചനായ രാജാവ് ഇങ്ങനൊരു നിലവാരത്തിൽ മരിച്ചു. ആ മരണം കൺമുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് യഹോശാഫാത്ത്. വാസ്തവത്തിൽ മരിക്കേണ്ടത് യഹോശാഫാത്താണ്. അമ്പുകൾ മുഴുവൻ വന്നത് യഹോശാഫാത്തിന് നേരെയാണ്. ചെയ്തത് തെറ്റാണ്. വേണ്ടാത്ത കൂട്ടുകെട്ടിന് പോകാൻ പാടുള്ളതല്ല. ദൈവം എതിർത്തതിനെ, ദൈവം ഉപേക്ഷിച്ചതിനെ, പ്രത്യേകിച്ച് ആഹാബിനെ പോലെ അന്യദൈവങ്ങളെ കൊണ്ടുവച്ച് ഇതുപോലെ സ്തോത്ര സേവിക്കുന്ന ഒരാളുമായിട്ട് കൂട്ടുകെട്ട് പാടുള്ളതല്ല. പക്ഷെ എന്തുകൊണ്ടോ സ്വർഗത്തിലെ ദൈവം ഇന്നലെ പറഞ്ഞതുപോലെ നീ ചെയ്ത് തീർക്കേണ്ടത് ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് കരുണ തോന്നി നിന്നെ നന്മയിലേക്ക് മടക്കി വരുത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മന് കരുണ തോന്നിയതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിനക്ക് നേരെ വളഞ്ഞു നിന്ന് അമ്പ് ചെയ്തിട്ടും ഒരമ്പ് തലമുടി പോലും കൊണ്ടില്ല. എന്നാലോ അമ്പ് കൊള്ളാതിരിക്കാൻ ഒളിച്ചു നിന്നവന്റെ ചങ്കിന് നേരെ ഏതോ വഴിക്ക് പോയ അമ്പ് തറച്ചുകൊണ്ടു. ഇത് കണ്ട യഹോശാഫാത്ത് കരഞ്ഞോണ്ട് തിരിച്ചു കൊട്ടാരത്തിൽ വന്ന് കയറിയ വിവരമാണ് 2 ദിനവൃത്താന്തം 19:1 എഴുതിയിരിക്കുന്നത്. രാജാവ് യഹോശാഫാത്ത് സമാധാനത്തോടെ മടങ്ങി വന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്ര ചതിക്കുഴിക്കകത്ത് വീണിട്ട് നിനക്ക് നേരെ ശരങ്ങൾ ചെയ്ത് വിട്ടിട്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ നീ ഇല്ലാതെയായി തീരുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിന്നെ തിരിച്ചു വീട്ടിൽ കയറ്റിയെങ്കിൽ, തിരിച്ച് രാജ്യത്ത് കയറ്റിയെങ്കിൽ, ഇന്ന് രാത്രിക്കാലം സ്വർഗം പറയുന്നു ഇത് നിന്റെ 2ാം ചാൻസ് ആണ്. ഇത് നീ കളയരുത്. സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ഈ മുഖാന്തരത്തെ മറക്കരുത്. സ്വർഗം ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കാനാ വിളിച്ചു വരുത്തിയത്. സ്വർഗം പറയുന്നു സമാധാനത്തോടെ മടക്കി വരുത്തി നിന്നെ ഇറക്കി വിട്ട സിംഹാസനത്തിൽ തിരിച്ചിരുത്തുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് വായിക്കാം. എബ്രായലേഖനം 13 സ്തോത്രം 20-21 വാക്യത്തിൽ ദൈവം മടക്കി വരുത്തുന്നവനാണ് എന്ന് തെളിയിക്കാൻ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ എടുത്തത് യഹോശാഫാത്തിനെ അല്ല, ദാവീദിനെ അല്ല, മൊർദെഖായി അല്ല. അത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി, ദൂത് പറയാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ എടുത്തത് യേശുക്രിസ്തുവിനെയാണ്. നിങ്ങൾ കണ്ടോ ആ വാക്ക് കണ്ടോ? എഴുതിയിരിക്കുന്നത് നിത്യനിയമത്തിന്റെ രക്തത്തിന് ആളുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്താൻ കഴിഞ്ഞാൽ നിന്നെ മടക്കി വരുത്താനാണോ പാട്? അതാണ് ആ വാക്യത്തിന്റെ സരളമായ എന്ത് അത്രയേ ഉള്ളൂ. നിന്റെ മകനെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ആത്മീകത്തെ, നിന്റെ നന്മയെ യേശുവിനെ എവിടെ നിന്നാണ്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്താൻ ത്രാണിയുള്ള ദൈവമാണെങ്കിൽ നിന്റെ വിഷയത്തെ മടക്കി വരുത്താൻ ഈ ദൈവത്തിന് കഴിയുമെന്നല്ലേ പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഒരുപക്ഷെ ഒരു ജന്മം കൊണ്ട് മാറാത്ത വിഷയം ഈ ദൂത് കേട്ടിട്ട് ഒരു ഒറ്റ പ്രാർത്ഥനയിൽ മാറിപ്പോയേക്കാം. സ്വർഗം ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഇരുത്തേണ്ട സ്ഥാനത്ത് ഇരുത്തത്തില്ലെന്ന് ആരൊക്കെ വെല്ലുവിളിച്ചാലും സ്വർഗത്തിലെ ദൈവം അത് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദൂത് എൻ്റെ കയ്യിൽ തന്നുവിട്ടത്. നിങ്ങൾ ചിലരെ ഇരുത്തേണ്ട കസേര അവൻ പണിത് കഴിഞ്ഞു, നിന്റെ സിംഹാസനം അവൻ ഒരുക്കി കഴിഞ്ഞു. ഇന്ന് നീ എവിടെ കിടന്നാലും സ്വർഗം അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവം നിന്നെ മടക്കി വരുത്തി ഇരുത്തും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിച്ചേ യേശുക്രിസ്തുവിനെ മടക്കി വരുത്തി എന്ന് പറയുമ്പോൾ ഈസി അല്ല. എത്ര ശക്തമായ കെട്ടുറപ്പുകളെ പൊട്ടിച്ചാ തിരിച്ചു വരുത്തിയെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. കല്ലറ തുറന്നാണ് യേശുവിനെ പുറത്തു കൊണ്ടുവരുന്നത്. കല്ലറ തുറക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിങ്ങൾ ഓർത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ കല്ലറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കല്ലറയല്ല. നമ്മുടെ കല്ലറകൾ കല്ലറയല്ല, സിമന്ററയാണ്.
എന്ന് പറഞ്ഞാൽ 2.5 അടി 3 അടി വീതി, സ്തോത്രം 2.5 അടി വീതിയിൽ 2.5 അടി നീളത്തിൽ നമ്മൾ പണിതിട്ടിരിക്കുന്ന സ്തോത്രം നമ്മുടെ നാട്ടിലെ സെല്ലുകൾ അല്ലേ, കല്ലറ, സ്തോത്രം കണ്ടിട്ടില്ലേ? അതും കാണാൻ പേടിയാണ്. സ്തോത്രം 2.5 അടി നീളമുള്ള സംഭവമാണ്, അതാണ് കല്ലറ. 16 ഞങ്ങൾക്കൊരു സെല്ലുണ്ട്, 16 അറകളുണ്ട്, 2.5 അടിക്കുള്ള സ്ലാബുകൾ വാർത്ത് വെച്ചിരിക്കുക. ആരെങ്കിലും മരിക്കുമ്പോൾ പെട്ടി അതിനകത്തേക്ക് തള്ളിക്കയറ്റി വെച്ചിട്ട് പുറത്ത് സ്ലാബ് വെച്ച് സിമെൻറ്റ് വെച്ച് അറയ്ക്കും. അതാണ് നമ്മുടെ കല്ലറ. പക്ഷെ യഹൂദൻ്റെ കല്ലറ അങ്ങനത്തെ കല്ലറയല്ല. യഹൂദൻ്റെ കല്ലറ ഒരു ചെറിയ ഒരു 10x10 മുറിയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കകത്തേക്ക് പത്രോസും യോഹന്നാനൊക്കെ ഇറങ്ങിച്ചെന്ന് കണ്ടു. ഒരു മനുഷ്യൻ 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യന് നടന്ന് കയറാം. നമ്മുടെ കല്ലറയ്ക്കകത്തേക്ക് ആരെങ്കിലും കയറണമെങ്കിൽ ചേര കയറും പോലെ സ്വതന്ത്രം കയറിപ്പോണം, അങ്ങനെയല്ലേ പറ്റുള്ളൂ, അല്ല നേരെ കയറാൻ പറ്റൂ. അപ്പോൾ അങ്ങനൊരു കല്ലറയാണ്. നിങ്ങളത് ഭാവനയെ കാണണം. അപ്പോൾ ഒരു വലിയ ആ വാതിലിനേക്കാൾ വലിയ വായുള്ളൊരു കല്ലറ. 2 ഭാഗമാണ് യഹൂദൻ്റെ കല്ലറയ്ക്ക്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ കല്ലറ എന്ന് പറയുന്നത് യേശുവിൻ്റെ കല്ലറയല്ല, അത് അരിമത്തിയിലെ യോസേപ്പ് ശ്രേഷ്ഠ മന്ത്രിയുടെ കല്ലറയാണ്. അതൊരു ഭയങ്കര കല്ലറയാണ്. കാരണം എന്താ, അയക്ക് വേണ്ടി പണിതിട്ടിരിക്കുന്നത്. അത് ചെറിയ പറഞ്ഞ പോലെ ഏതെങ്കിലും കാട്ടിക്കൊണ്ട് പണിതായിരിക്കുകയല്ല, ഒരു ഭയങ്കര കല്ലറയാണ്. ആ കല്ലറയ്ക്ക് ഒരു സിറ്റ് ഔട്ടുണ്ട്, സ്തോത്രം ഒരു ഒരുക്ക സ്ഥലമുണ്ട്, അതിനകത്തെ ഉള്ളിലെ അറയുണ്ട്, ബോഡി കൊണ്ടുവച്ച് എല്ലാം ഒരുക്കുന്നൊരു സ്ഥലമുണ്ട്. അതിനകത്തേക്കാണ് സ്തോത്രം കല്ലറ അകത്തേക്ക് കയറ്റി വയ്ക്കുന്നത്. അതിൻ്റെ വായാണ് കല്ലുകൊണ്ട് അടച്ചെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തോളം ഒരു എലി മാളം അടച്ചു വെച്ചതുപോലെ 2.5 അടി വീതിയുള്ളൊരു സ്ലാബ് ഇട്ട് അടച്ചതുപോലെ കല്ലറ അടച്ചെന്ന് വിചാരിക്കരുത്. ഒരു 10-12 അടി ഉയരമുള്ള അത്രയും വ്യാസമുള്ള ഒരു കാളവണ്ടി ചക്രം മനസ്സിൽ കണ്ടേ. അത്രയും വലിയ സാധനം കമ്പിയും സിമെൻറ്റ് വിട്ട് വാർത്തതല്ല, കല്ലിനകത്ത് കീറിയെടുത്തതാണ്. സ്തോത്രം മനസ്സിലായോ? അത് ഫെവിക്കൊക്കെ വെച്ച് ഒട്ടിച്ച കല്ലല്ല, ഒറ്റ കല്ല് കീറിയെടുക്കുകയാണ്. ഇത്രയും വലിയ സംഭവം അതൊരു മനുഷ്യനെടുത്ത് വെക്കാൻ പറ്റില്ല. കല്ലറ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്, ഇത്ര വലിയ കല്ലറ ഉണ്ടാക്കുന്നത് കല്ലറയുടെ വാതിക്കൽ ഇത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പൊഴി വെട്ടി ഇങ്ങനെ ചാല് പോലെ വെട്ടിയെടുക്കും. അതിനെ ഉരുട്ടി കൊണ്ടുവന്ന ഗാഡിയിൽ വീഴിച്ചിട്ട് ഉരുട്ടി ഇതിൻ്റെ വാതിക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക വെട്ടി ചാടി കിടക്കും. അപ്പോൾ അത് ജാമായിരിക്കും അവിടെ, പിന്നെ അത് തുറക്കേണ്ട ആവശ്യം വരാറില്ല. അതാണ് യഹൂദൻ്റെ കല്ലറയുടെ രീതി. സ്തോത്രം. ആ കല്ല് ആർക്കും ഇനി മാറ്റാൻ പറ്റില്ല. യേശുക്രിസ്തുവിനെ മടക്കി വരുത്തിയത് സ്വർഗത്തിലെ ദൈവം ആർക്കും ഇനി തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്ര വലിയ കല്ലുരുട്ടി വെച്ചതിനെ എൻ്റെ ദൈവം അവൻ ഉയർക്കേണ്ട സമയമായപ്പോൾ ദൂതനെ പറഞ്ഞയച്ച് മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് ഒരു 25 ആളുകൾ ഉരുട്ടിയ മാറാത്ത കല്ല് സ്വർഗത്തിലെ ദൈവം നേരം എടുക്കുന്നതിനേക്കാൾ മുമ്പ് വിടുതലിൻ്റെ സമയമായപ്പോൾ, അവനെ മടക്കി വരുത്തേണ്ട സമയമായപ്പോൾ, എത്ര ദിവസം പഴക്കമുള്ളതാണെങ്കിലും എത്ര വലിയ ഖനമുള്ളതാണെങ്കിലും ആ കല്ല് ആരുരുട്ടിക്കളയുമെന്ന് മനുഷ്യൻ ചോദിച്ചു നിൽക്കുമ്പോൾ തൻ്റെ പുത്രനെ മടക്കി വരുത്താൻ മനുഷ്യനെല്ലാവരും കൂടെ നിന്നവർ ചോദിച്ചു, ആര് കല്ലുരുട്ടും? ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 15 ഇതുവരെ ആരും ഉത്തരവാദിത്തപ്പെട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ സമയമായെങ്കിൽ മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവം തന്നെ ദൂതനെ വിട്ട് അത് ഉരുട്ടിക്കളയും. ഹല്ലേലൂയ. റോമൻ മുദ്ര പൊട്ടിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഞാൻ വായിച്ചിട്ടുള്ളത് സത്യമാണെങ്കിൽ യേശുക്രിസ്തുവിനെ അടക്കുന്നത് യഹൂദൻ്റെ ശവസംസ്കാരം ക്രമീകരിക്കുന്നത് പോലെ ഏകദേശം 30 കിലോ സുഗന്ധദ്രവ്യം, മലയാളത്തിൽ 100 റാത്തൽ എന്നാണ് 30 കിലോ, അകിലും മൂറും ഒക്കെ അടങ്ങുന്നൊരു 30 കിലോ. ഞാനത് വ്യാഖ്യാന പുസ്തകത്തിൽ വായിച്ചതല്ല, ഒരു കെമിസ്ട്രി അധ്യാപകൻ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു CD-യിൽ കേട്ടതാണ്. ശരിയായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത്രയും 30 കിലോ 5.5 അടി 6 അടി നീളമുള്ള ഒരാളുടെ ശവസംസ്കാരം നടത്തിയതിനു ശേഷം 30 കിലോ സാധനം കുന്തിരിക്കം പോലെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടിട്ടാൽ മണ്ണിട്ട് മൂടുന്നതിന് പകരം ഈ ആളുടെ ബോഡി മുഴുവൻ ഇത് കവർ ചെയ്ത് കിടക്കും. ഈ സുഗന്ധദ്രവ്യം എല്ലാം കൂടി എയർ ടൈറ്റ് ആയിരിക്കുന്ന ഒരു കല്ലറയ്ക്കകത്ത് ഇത് ഇട്ട് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത് മെൽറ്റായിട്ടൊരു അതിനകത്തൊരു ഒരു കെമിസ്ട്രി ആക്ഷൻ ഉണ്ടായിട്ട് മെൽറ്റായിട്ട് ഒരു 4 ഇഞ്ച് കനത്തിലെ സ്ലാബ് പോലെ ഉരുകി ഇത് മുഴുവൻ അതിനകത്ത് എന്താ പറയുക, ഇളക്കാൻ കഴിയാതെ വണ്ണം അങ്ങനെ ഉരുകിച്ചേർന്ന് മെഴുകുപോലെ ആയിരിക്കുന്നതാണ് അയാൾ ക്ലാസ് എടുത്ത് പറഞ്ഞത്. ശരിയാണെങ്കിൽ ഹല്ലേലൂയ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അത് സത്യമാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇനി അത് പൊട്ടണമെങ്കിൽ ആർക്കും പൊട്ടിക്കാൻ പറ്റാത്ത നിലവാരത്തിലാണ്. ആ കല്ലറയെ പരിശുദ്ധാത്മാവ് അകത്ത് കയറിയപ്പോൾ
റൂമാല് കൊണ്ട് കെട്ടിവെച്ചത് കെമിസ്ട്രി അധ്യാപകൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ആരും ഇളക്കാതെ വണ്ണം 4 ഇഞ്ച് കനമുള്ള കോൺക്രീറ്റ് സ്ലാബിനേക്കാൾ കട്ടിയോടെ 3 ദിവസം കൊണ്ട് ഒതുക്കി വെച്ച യേശുവിനെ മടക്കി വരുത്താൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയം, ആരാധിക്കുന്ന നിന്റെ ഭാരം, നിന്റെ മക്കളുടെ വിഷയം, നിന്റെ നഷ്ടപ്പെട്ട വിഷയം മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിൽ ഉലാവുന്നുണ്ട്. എത്ര ശക്തമായിട്ട് റോമൻ സർക്കാർ ഒതുക്കിയാലും എന്റെ ദൈവം നിശ്ചയിച്ചാൽ മടക്കി വരുത്തുന്ന ദൈവം ഇന്ന് രാത്രി ഖത്തറിലെ ദോഹയിലെ IPC സഭ ക്രമീകരിച്ച് ഈ ശുശ്രൂഷയ്ക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവരെ മടക്കി വരുത്താൻ, അവരെ പ്ലേസ്മെന്റ് നടത്താൻ, ഹല്ലേലൂയ, അതിന് ദൈവം വിശ്വസ്തനാണ്. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഈ 3 ദിവസത്തെ സന്ദേശത്തിൽ നിങ്ങൾ ഒരു ദിവസമാണോ വന്നത്, 3 ദിവസം വന്നോ, നിങ്ങൾ ഇന്ന് മാത്രമാണോ വന്നതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം നമ്മൾ ചിലരോട് പറയുന്നു. സ്തോത്രം. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ 3 ദിവസത്തെ സന്ദേശത്തിൽ ദൈവമായ കർത്താവിന് ചിലത് എന്നിൽ ചെയ്യാനുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ വീട്ടിൽ ചെയ്യാനുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കരഞ്ഞു നടന്ന വിഷയത്തിന്മേൽ ഇനി ഒരു ശുശ്രൂഷയാണ് നടക്കേണ്ടത്. ഞാൻ പറയുന്ന വാക്കൊന്നോടെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി നിൻ്റെ വിഷയത്തിൽ ഒരു ഉപവാസമല്ല നടക്കേണ്ടത്. ഇനി നിൻ്റെ വിഷയത്തിൽ ഒരു പ്രാർത്ഥനയല്ല നടക്കേണ്ടത്. ഇനി നിൻ്റെ വിഷയത്തിൽ ഒരു ശുശ്രൂഷയാണ് നടക്കേണ്ടത്. ഈ രാത്രി അത് സംഭവിക്കട്ടെ. നമ്മൾ ഈ യോഗം നിർത്തുന്നതിനേക്കാൾ അത് സംഭവിക്കട്ടെ. ഒരു നിമിഷം മതി അത് സംഭവിക്കാൻ. പൗലോസിനെ സ്തോത്രം ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് കർത്താവായി യേശു സന്ധിച്ചു. യേശു ക്രിസ്തു സ്തോത്രം അവനെ വാഹനമൃഗത്തിൽ നിന്ന് തട്ടി താഴെയിട്ടു. കണ്ണും കാണാൻ കഴിയാത്തവനായി സ്തോത്രം ഹല്ലേലൂയ പൗലോസ് അല്ലെങ്കിൽ ശൗല് യൂദയുടെ വീട്ടിലിരിക്കുമ്പോൾ അനന്യാസിനെ പറഞ്ഞയച്ചു. അനന്യാസ് ചെന്നിട്ട് പൗലോസിന്റെ ശിരസിൽ കൈവച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ശൗലേ സഹോദര, നീ വന്ന വഴിക്ക് നിന്നെ സന്ധിച്ച കർത്താവ് എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുക. നീ പരിശുദ്ധാത്മപൂർണനാകാൻ, കാഴ്ച പ്രാപിക്കാൻ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശൗലിന്റെ മേൽ കൈവച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ താഴെ വീണു. അടച്ചിട്ട മുറിക്കകത്ത് എന്താ നടന്നതെന്നറിയാമോ? അവിടെ നടന്നതൊരു ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയാണ്. അനന്യാസ് കൈവച്ചപ്പോൾ ശൗലിനെ ഒതുക്കിക്കളഞ്ഞ ചെതുമ്പല് ആ സമയത്ത് അവനിൽ നിന്ന് താഴെ വീണു. അവിടെ മുതൽ ഒരു പടക്കുതിരയെ പോലെ കുതിച്ചു പായുകയായിരുന്നു ശൗല്. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന കൊണ്ടൊരു ശുശ്രൂഷ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ഈ രാത്രികാലം ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർ, അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുക. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ മടക്കി വരുത്തും. എനിക്ക് ദൈവം ഒരു സ്ഥാനം കണ്ടുവച്ചിട്ടുണ്ട്. അവിടേക്ക് എന്നെ കൊണ്ടെത്തിക്കും. കർത്താവ് അതിനു വേണ്ടി പ്രവർത്തിക്കാനാണ് ഈ മീറ്റിംഗ് ഇവിടെ വെച്ചത്. ഇത് ഞാനൊരു പക്ഷേ ഈ സഭയിലെ അംഗമല്ലായിരിക്കും, പക്ഷെ ഞാൻ ഇവിടെ വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. സ്വർഗം ഇന്ന് രാത്രിയിൽ ഇന്നലെയൊക്കെ സംസാരിച്ചതെന്ന് ഇതിനകത്ത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വർഗം പറയുന്നു, ഒരു പ്രാർത്ഥന നടക്കാൻ പോവുകയല്ല, ഒരു ശുശ്രൂഷ നടക്കാൻ പോവുകയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ആ ചെതുമ്പല് വീണു പോകും. നിന്നെ പിടിച്ചൊതുക്കിയ, നിന്നെ ഉയർത്താതിരുത്തിയ, നിന്റെ കാഴ്ചപ്പാടിനെ ബാധിച്ച, നിന്റെ ജീവിതത്തെ ബാധിച്ച, നിന്നെ ഒതുക്കിക്കളഞ്ഞ ചെതുമ്പല് ഈ നിമിഷത്തിൽ താഴെ വീഴും. അതോടുകൂടി മറ്റൊരു ചരിത്രം ആരംഭിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി എന്നിൽ ഒരു ശുശ്രൂഷ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല ഈ രാത്രി പറയേണ്ടത്. എന്നിലൊരു ശുശ്രൂഷ നടക്കണം, എൻ്റെ കുടുംബത്തിലൊരു ശുശ്രൂഷ നടക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കോ. കർത്തൃദാസന്മാർ ഒരു കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നിലൊരു ശുശ്രൂഷ നടക്കണം. എന്നെ പിടിച്ചു കെട്ടിയ മരണപാശങ്ങൾ അഴിയണം. അന്ധകാര ശക്തികൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഇരുമ്പ് നുകങ്ങൾ ഒടിയണം. കരിന്താഴുകൾ പൊട്ടണം. ഓടാമ്പലുകൾ മുറിയണം. സ്വർഗത്തിലെ പ്രവൃത്തി വെളിപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ശുശ്രൂഷ ചെയ്ത് എന്നെ മടക്കി അയക്കാവൂ. ഹല്ലേലൂയ.
അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രികാലം ഇതിനകത്തുണ്ടെങ്കിൽ 2 മിനിറ്റോടെ കൊയർ പാടുന്നതിനേക്കാൾ മുമ്പ് 2 മിനിറ്റോടെ എന്നിൽ ഒരു ശുശ്രൂഷ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറ, കർത്താവേ, എന്റെ ദൈവത്തിന്റെ കരം എന്റെ മേൽ ഇറങ്ങി വരണമേ, സ്വർഗത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ, എന്നിൽ ദൈവം നിക്ഷിപ്തമാക്കിയ ദൈവത്തിന്റെ കൃപാവരങ്ങൾ ജ്വലിക്കണമേ.